ഞാൻ കഴിഞ്ഞ സെഷൻ ഞാൻ കുറച്ച് കഴിഞ്ഞ റിജോ നമ്മൾ മുമ്പ് വെച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് കുറച്ച് മനസ്സിലാക്കി മേഖലയെക്കുറിച്ച് ഞാൻ പറഞ്ഞു നിർത്തിയത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. റിജോ സൂചിപ്പിച്ചു. പാപ്പച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. നമ്മൾ തമ്പുരാന്റെ മുമ്പിലേക്ക് പിശാചിന്റെ പ്രവൃത്തി പാപം അടിസ്ഥാനപരമായിട്ട് ഈ പാപങ്ങളെ പറ്റി നമ്മൾ പരിഗണിക്കുമ്പം ഈശോ ആവശ്യപ്പെടുന്നത് ഏറ്റുപറയുക, ഏറ്റെടുക്കും, അനുദപിക്കുക, തിരിച്ചറിഞ്ഞ് അനുദപിച്ച് ഏറ്റുപറഞ്ഞ ഏറ്റെടുക്കും. ഇതാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വശം ഏറ്റുപറയുന്ന പാപം ചിന്തിക്കുമ്പോൾ ഒരു വശം പാപം എന്തുമാത്രം ഉണ്ടെങ്കിലും എത്ര ആവർത്തിച്ചുണ്ടാകുന്നതാണേലും ഇപ്പോഴും ഉണ്ടാകുന്നതാണേലും നീ ഏറ്റുപറയാൻ തയ്യാറാണോ? ഈശോ ഏറ്റെടുക്കും. നമ്മൾ കണ്ടു കഴിഞ്ഞു. അതാണ് കൊച്ചലീസ പറയുന്നത്, ഒരു വ്യക്തിക്ക് സാധ്യമായ സകല പാപങ്ങളും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഞാനെങ്കിൽ പോലും ഇതേ പ്രത്യാശ കർത്താവിനടുത്ത് വരും, കഴുത്തേക്ക് ഒരു വട്ടം കെട്ടിപ്പിടിക്കും. അവിടുത്തെ സ്നേഹം എനിക്കറിയാം. അപ്പോൾ ഒരു വശത്ത് നമ്മുടെ ജീവിതത്തിലെ എത്ര ഘട്ട പാപങ്ങൾ, എത്ര ആവർത്തിച്ച പാപങ്ങൾ, എത്ര തർക്കദോഷ പാപങ്ങൾ, ഏത് മേഖല ആയിക്കോട്ടെ, അതൊരിക്കലും തമ്പുരാൻ അത് നോക്കിയിട്ട് നമ്മളെ മാറ്റി ഒട്ടും വെക്കുന്നില്ല. എന്ന് മാത്രമല്ല, നമ്മൾ ബലഹീനതയിലാണ് പിന്നെ വീഴുന്ന് കാണുമ്പോൾ നമുക്ക് വേണ്ടി തമ്പുരാൻ മറ്റുള്ളവരെ പോലും 99 മല വിട്ടിട്ട് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ദൈവം, ആ ഒരു തമ്പുരാനുള്ള പ്രത്യാശ നല്ലതുപോലെ നിറച്ചെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ, വീഴ്ചകൾ എന്തായിരുന്നാലും, ഇതുവരെ ഉണ്ടായത് ഇപ്പോൾ ഉണ്ടായി, വീണ്ടും പറയാണ്, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഇനി ഉണ്ടാകാൻ സാധ്യതകൾ എന്തുമായിക്കോട്ടെ, ആ ഒരു കാഴ്ചപ്പാടെടുക്കണം. അതേസമയം മറുവശത്ത് നമ്മൾ ഏറ്റുപറയേണ്ട പാപങ്ങളെ ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ പോലും പ്രധാനപ്പെട്ടതാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ. കാരണം തിന്മയ്ക്ക് കടന്നു കയറാൻ ഒരു കുഞ്ഞു പഴുത് മതി, ചെറിയൊരു പഴുത്. അതിനവൻ കയറിപ്പിടുത്ത വിട്ട് മുഴുവൻ തട്ടിക്കൊണ്ടിരിക്കും, തട്ടി മറിച്ചിട്ട്. നമുക്കറിയാം, അത് നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ ഈ സയൻസ്, കമ്പ്യൂട്ടറോ മെഡിക്കൽ ഫീൽഡോ ഒക്കെ ചെറിയ കാര്യത്തിന് പഴുത് മതി വലിയ അപകടം ഉണ്ടാക്കാൻ. ആശുപത്രിയിലൊക്കെ ഓപ്പറേഷൻ തിയേറ്റർ, ട്രീറ്റ്മെന്റ് റൂം, ആശുപത്രിയുടെ വരാന്തകൾ പോലും ഡെയിലി മെഡിക്കേറ്റഡ് ലോഷൻ കൊണ്ട് തുടയ്ക്കുക. വരാന്തകൾ പോലും അവിടെ എല്ലാ രോഗാണുക്കളും നിൽക്കുന്നതല്ല. ഏതെങ്കിലും ഒരു രോഗാണു ആരെങ്കിലും അതിനെ പോയപ്പോൾ തുമ്മിയപ്പോൾ ചീറ്റിയപ്പോൾ തെറിച്ച് വീണ് എന്തെങ്കിലും അതിനകത്തുള്ള ഒരു രോഗാണു അവിടെ ഉണ്ട്, അത് ആ സാധ്യത പോലും ഒഴിവാക്കുക. ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ എന്തൊരു കെയർ എടുക്കുന്നത്. ഒരു രോഗാണു മെഡിക്കൽ കമ്പ്യൂട്ടർ ഫീൽഡ് ഒരു വൈറസ് പോലും കയറാൻ അനുവദിക്കാനോ. ഒരു വൈറസ് കയറിയാൽ മതി, വലിയ സംവിധാനങ്ങൾ തെറ്റും, അടിയെ തെറ്റും. ഒരു വൈറസിൽ പിടുത്തം കിട്ടിയാൽ ഒരു കൺഫ്യൂഷൻ വന്നാൽ മതി. വിമാനമൊക്കെ ലാൻഡ് ഇവിടെ പൊങ്ങുമ്പോഴൊക്കെ ഫ്ലൈറ്റ് മോഡ് ആക്കാൻ പറയും. കാരണം ഏതെങ്കിലും സിഗ്നൽ അല്പവും തെറ്റിക്കയറിപ്പോയാൽ പണി കിട്ടും, ഭയങ്കരമായിട്ട് തിരുത്താൻ മേലാത്ത അപകടം ഉണ്ടാകും. ചന്ദ്രയാൻ 1 വിട്ടത് നമുക്കറിയാം, ചെന്ന് ലാൻഡ് ചെയ്ത് അവസാന നിമിഷം, ഇന്ത്യ ഇതിന് വിട്ട അവസാന നിമിഷം, ഇതിനു മുമ്പത്തെ പ്രാവശ്യം പറയപ്പെട്ടു പോയി. നിസ്സാര എന്തോ കാര്യം അല്പം സത്ത് വരാതെ പോയി. അതുവഴി പരാജയപ്പെട്ടത് ആയിരക്കണക്കിന് ആൾക്കാരുടെ കോടിക്കണക്ക് പണം മുടക്കി വർഷങ്ങളുടെ അധ്വാനമാണ് ചെറിയ അസത്യം തീർന്നു പോയത്. നമ്മൾ ട്രാഫിക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ, ഹൈവേയിലൊക്കെ വണ്ടി ഓടിക്കുമ്പം ഒരു ചെറിയൊരു അശ്രദ്ധ കാണിച്ച് ഒരു സിഗ്നൽ ലൈറ്റ് ഒന്ന് അവഗണിച്ച് ലൈൻ ഒന്നുമാരെ അശ്രദ്ധമായിട്ട് നീങ്ങിയ ഒരു നിമിഷം കൊണ്ട് ടപ്പേ തീർന്നു. എത്ര വണ്ടിയാണ് തട്ടിത്തിരിച്ച് പോകാൻ പോകുന്നത്, എത്ര ആൾക്കാരെ തീരാൻ പോകുന്നു. ചെറിയൊരു അശ്രദ്ധ വലിയ സത്ത കുഞ്ഞു കാര്യമില്ല. ഇത് നമ്മുടെ മെഡിക്കല്, കമ്പ്യൂട്ടർ, എവിടെ എല്ലായിടത്തും കറക്റ്റ് കാണുമ്പോൾ അതിനേക്കാൾ തമ്പുരാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തമ്പുരാന് വലിയ തമ്പുരാൻ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന തമ്പുരാനാണ്. അരുന്ധതി റോയ് എന്ന് പറയുന്ന നമ്മുടെ സാഹിത്യകാരി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നൊരു പുസ്തകം എഴുതി, സമ്മാനം അവാർഡ് കിട്ടും. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അത് ബൈബിളാണ്. ശരി, ബൈബിളിൽ ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല. ആ ഒരു കൺസെപ്റ്റ് ബൈബിളിൽ കാണുന്ന കാര്യമാണ്. ദൈവം വലിയ തമ്പുരാൻ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കും. മത്തായി 12 36 വാക്യം, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് മോചിച്ച ഫലം പ്രാപിച്ചാൽ വിഷയം തീർന്നു. അല്ലെങ്കിൽ വിധി ദിവസം കണക്ക് കൊടുക്കണം. കുർബാനയിൽ ചൊല്ലുകയല്ലേ, നമ്മുടെ സിറ മലബാറിലും ലത്തീൻ കുർബാനെല്ലാം എല്ലാ നേരവും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. It is truly our duty and our salvation always and everywhere to give you thanks, Almighty Father. It is all our duty and our salvation always and everywhere to give you thanks.
എല്ലാ നേരവും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും കടപ്പെട്ടവരാണ്. അങ്ങനെയുള്ള നമ്മള് ആ ദൈവത്തിന് സ്തുതി അർപ്പിച്ച് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അല്ലാതെ നടക്കുന്ന ഓരോ നിമിഷവും കടമാണ്. കടം കുടിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കടം വെട്ടി കളിക്കും. കുഞ്ഞു പിള്ളേർ കടം വെട്ടി കളിക്കും, കടം കുടിച്ചു. അപ്പൊ തമ്പുരാന്റെ കാര്യങ്ങള് സ്തുതിപ്പ് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അല്ലാത്ത എല്ലാം കടപ്പെട്ടവരാ ചെയ്തപ്പോ കടമാണ്. അതിന് മറുവശം ഓരോ വ്യർത്ഥ വാക്ക്, അർത്ഥമില്ലാത്ത ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. ഈശോ പറയുന്നതാണ്, ഞാൻ പറയുന്നതാണ്. വിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. ഈശോ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതാ നസ്രത്തിലെ ഈശോ എന്ന വ്യക്തി മാത്രമല്ല, സ്വർഗത്തിലെ വലിയ തമ്പുരാൻ നമ്മുടെ പക്കൽ വന്നിട്ട് ഈ വ്യക്തിയോട് സംസാരിക്കുന്നതാണ്. വീണ്ടും നമുക്കറിയാം മത്തായി 10 അല്ലെങ്കിൽ മത്തായി 5 നമ്മൾ കണ്ടതാണല്ലോ. 21 കൊല്ലരുത്, മത്തായി 5:21 ബാക്കി കൊല്ലരുത്. പക്ഷെ നിങ്ങൾ പറയുന്നു ഹോഷ വിഡ്ഢി എന്ന് വിളിക്കുന്ന ഏതൊരുവരും തീ നരകത്തിന് അറിയാവും, നരകത്തിന്റെ വഴിയാണ് പോകുന്നത്. ഈ ഹോഷ വിഡ്ഢി മണ്ട എന്നൊക്കെ പറയുന്നത് അത് ഭംഗിയല്ല, അതൊരു സന്തോഷമുള്ള കാര്യമല്ല, ആദരവില്ലാത്ത പെരുമാറ്റമല്ലേ, അത് ഒഴിവാക്കാം. അങ്ങനെയല്ല ഈശോ പറയുന്നത്. അത്രയും പറയുന്ന വെറുപ്പ് നിനക്കുണ്ടെങ്കിൽ നീ നരകത്തിന്റെ വഴിയില്ല, നരകാഗ്നിക്കിരയാകും. ഇതിന് ഇടഭാഗമില്ല. ഇത് നമ്മൾ പറഞ്ഞില്ലേ, നോമാൻസ് ലാൻഡ് ഇല്ല, നോമാൻസ് ലാൻഡ് ഇല്ല. ഒന്നുകിൽ തമ്പുരാന്റെ കൂടെ അല്ലെങ്കിൽ നേരെ മറുവശത്താണ്. ഇടയ്ക്കൊരു ഇടവഴിയില്ല. അപ്പൊ ഈശോയ്ക്ക് ഇത് ഗൗരവമാണ്. അതുപോലെ മത്തായി 5:27 വാക്യവും ആസക്തിയോട് നോക്കുന്ന വ്യക്തി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുക, വ്യഭിചാരത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നതിന് തുല്യമാണ് ഈശോയ്ക്ക് ആസക്തിയുടെ നോട്ടം. അത്രയും ചെയ്തോ, ഇത്ര വല്ല ചെയ്തല്ലോ, അതിനപ്പുറം ചെയ്തില്ലല്ലോ, ഇതൊന്നുമല്ല. ആസക്തിയോടെയുള്ള നോട്ടം വ്യഭിചാര തുല്യമായ ശുദ്ധിയാണ് ഈശോയ്ക്ക്. ഈശോ പഠിപ്പിക്കുന്ന തിരുത്താൻ നമ്മളാരുമില്ല. മത്തായി 5 ഈ പഠിപ്പിക്കൽ ഈശോ നടത്തുന്നതിന് മുമ്പ് തന്നെ ആരംഭത്തിൽ പറഞ്ഞു. മത്തായി 5 18, 19 വാക്യങ്ങൾ അറിയാമല്ലോ, നമുക്കറിയാം അല്ലേ? മത്തായി 5, 18, 19 ആകാശവും ഭൂമിയും കടന്നു പോകുന്നവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല. വള്ളിയോ പുള്ളിയോ പോലും അത് മാറ്റം വരുത്താനില്ല. ഇത് ആത്മാവും ജീവനുമാണ് തമ്പുരാന്റെ വചനം. അതിനകത്തൊന്നും മാറ്റാനില്ല. അതിന്റെ വള്ളിയും പുള്ളിയും അവഗണിച്ച് പോയാൽ അവഗണിക്കുന്നതിന്റെ വള്ളിയും പുള്ളിയും പോകും. അങ്ങനെ വള്ളിയും പുള്ളിയും പൊളിഞ്ഞു പോയി എന്തുമാത്രം ജീവിതങ്ങളാണ് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ വള്ളിയും പുള്ളിയും കെട്ടുമെല്ലാമാണ് അരിഞ്ഞു പോയത്. വീണ്ടും പറയും 10 വാക്യം, ഈ പ്രമാണങ്ങൾ ഏറ്റവും നിസ്സാരമായി ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ള പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവരെന്ന് വിളിക്കപ്പെടും. ഇതിനകത്ത് ഏതെങ്കിലും കാര്യം സാരമില്ല, അത്ര വലിയ മനുഷ്യന്റെ കാര്യമൊന്നുമില്ല, അത് ചെറിയൊരു കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് അവഗണിച്ച് ആരെങ്കിലും കരുതുകയോ പഠിപ്പിക്കുകയോ ചെയ്താൽ ആ പറയുന്ന വ്യക്തി തീർന്നു പോകും. അവിടെ അത്താരെന്ന് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ സ്വന്തമായിട്ട് ഒരു അവഗണന സാരമില്ല, അത് കുഴപ്പമൊന്നുമില്ല, അത്ര ഒന്നും വലിയ കുഴപ്പമില്ല. നോ. വീണ്ടും മറുവശം പറയുകയാണ്, എന്നാൽ അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യം വലിയൊന്ന് വിളിക്കും. ബൈബിൾ അവസാനിക്കുമ്പോൾ പറഞ്ഞു നിർത്തുന്ന താക്കീത് അറിയാമല്ലോ. വെളിപാട് 22 അവസാനത്തെ കണ്ണികയിൽ നമ്മൾ എന്താ വായിക്കുന്നത്, എന്ത് പറഞ്ഞാലും ബൈബിൾ അവസാനിപ്പിക്കും. ബൈബിൾ എന്ന പുസ്തകം മുഴുവനും വെളിപാടിന്റെ പുസ്തകം അവസാനിപ്പിക്കുമ്പം 18, 19 തിരുവചനങ്ങൾ. വെളിപാട് 22 18, 19 തിരുവചനങ്ങൾ എന്താണ്? വെളിപാട് 22, 18, 19 ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രമിക്കുന്ന എല്ലാവരും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആരെങ്കിലും ഈ വചനങ്ങൾ എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവന്റെ മേൽ അയക്കും. ഈ പുസ്തകത്തിലെ വചനങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും എടുത്തു പറഞ്ഞാൽ ഇത് വിവരിച്ചിരിക്കുന്ന ജീവന്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് അവകാശമില്ല. അപ്പോൾ ഒന്നും എടുത്ത് മാറ്റാനും നമുക്ക് അനുവാദമില്ല, ഒന്നും സ്വന്തമായിട്ട് കൂട്ടിച്ചേർക്കാനുമില്ല. അവിടെ ഈശോ തന്നെ പഠിപ്പിച്ചില്ല, ഞാൻ ഈ പഠിപ്പിക്കുന്നത് എന്റെ സ്വന്തം അല്ല, എന്ത് പറയണമെന്ന് പിതാവിന് ഈ കൽപ്പന തന്നിരിക്കുന്നു, അത് മാറ്റാൻ ഞാനാണല്ല, അത് നിത്യജീവനാണെന്ന് എനിക്കറിയാം. ഞാനതിന് സ്വന്തമായിട്ട് ഒന്നും പറയാൻ പറ്റുകയല്ല. ഞാൻ മുമ്പ് നിങ്ങൾ പറഞ്ഞു, ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അച്ഛൻ്റെ സ്വന്തമല്ല. റിജ ക്ലാസ് എടുത്തു, ഞാൻ കൃത്യമായിട്ട് ഇരുന്ന് സംസാരിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു കൊടുത്ത് ഒരുക്കി ഇത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു. കാരണം ഉത്തരവാദിത്വം എനിക്കുണ്ട് അതുകൊണ്ട്. അപ്പൊ ഇത് നമ്മുടെ സ്വന്തം വിഷയമല്ല. തമ്പുരാൻ സ്വർഗത്തിലെ ദൈവം ഈശോ വഴി തന്റെ പ്രവാചകന്മാരെ വെളിപ്പെടുത്തിയ കാര്യം നമുക്ക് ഇട്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്ന സ്വീകരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഈ കുഞ്ഞു കാര്യങ്ങളുടെ പ്രാധാന്യം മത്തായി 5 വീണ്ടും വന്ന് മത്തായി 5 ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈശോ 5 പ്രമാണം വ്യാഖ്യാനിക്കുന്നത്. കൊന്നോ ഇല്ലയോ നോക്കണ്ട, വെറുപ്പോടെ മണ്ട പൊട്ടാന്ന് വിളിച്ചു.
നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ നോക്കിയിട്ട് പൊട്ടൻ, മണ്ടൻ, വിഡ്ഢി എന്നൊക്കെ നമ്മൾ ഒരു വക അതിർത്തിയോടെ ചിന്തിക്കുമ്പോൾ, പറയുമ്പം, ഇടപെടുമ്പോൾ സ്നേഹമുള്ളവരെ പിശാചിന്റെ മനോഭാവമാണ്. ഈശോ പറഞ്ഞ ചെറിയവർ ആരും നിന്ദിക്കരുത്. മത്തായി 18 അല്ലേ? ഈ ചെറിയവർ ആരും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവേ. മത്തായി 18 ഈശോ പഠിപ്പിക്കുന്ന 10-ാം വാക്യം, ഈ ചെറിയവർ ആരും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവേ. ആരെ സ്വർഗ്ഗത്തിലെ വലിയവൻ 18-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ശിശുവിനെ പോലെയുള്ള ഒരാളെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കാൻ, ആദരിക്കാൻ നിങ്ങൾക്ക് പറ്റുമ്പം നിങ്ങൾ വലിയ ആളാകും. ഇവിടെ ആരും നിസ്സാരരാക്കരുത്. കഴിവില്ല, ബുദ്ധിയില്ല, സൗന്ദര്യമില്ല, പണമില്ല, സ്വാധീനമില്ല, എന്തോ ആയിക്കോട്ടെ, നിന്ദിക്കുക എന്നുള്ള പരിശുദ്ധാത്മാവിലില്ല. ഭോഷ, വിഡ്ഢി, ഇതെല്ലാം സ്നേഹമുള്ളവർ കുമ്പസാരിക്കാൻ നിങ്ങൾ ഒരുങ്ങണം. ഒരു പേപ്പർ മറുവശത്ത് ഒരു പേജെടുത്തിട്ട് കുറിച്ച് ഒരുങ്ങാനും കൂടെ ശ്രദ്ധിക്കുക. കാരണം ഇതെല്ലാം ചോർച്ചകളാണ്. മത്തായി 5 തന്നെ വീണ്ടും ഇപ്പം 5-ാം പ്രമാണം ഈശോ വ്യാഖ്യാനിക്കുന്നത് കണ്ടു, 6-ാം പ്രമാണം ഈശോ വ്യാഖ്യാനിക്കുന്നത് കണ്ടു. പിന്നെയും 7-ഉം 8-ഉം ഒക്കെ പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഭാഗത്താണ് 37-ാം വാക്യം. മത്തായി 5:37 ആണയിട്ടെന്ന് പറയുമ്പം രണ്ടാമത്, നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ഭംഗിയല്ല, അതൊരു നുണയല്ല, അങ്ങനെ പറയരുത് എന്നല്ല. ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഈശോ ദുഷ്ടനെ കാണുന്ന എന്തുമാത്രമാണെന്ന് നോക്കി. ഇതിനപ്പുറം മത്തായി 5:37 2-ാം പകുതി, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനെന്ന് വരും. അതേ എന്നുള്ളിടത്ത് അല്ല എന്ന് ചെറിയൊരു വളച്ചുകെട്ട് കള്ളത്തരം. അല്ല എന്നുള്ളിടത്ത് അതേ എന്ന മട്ട് നീങ്ങുന്ന കള്ളത്തരം. ഈശോ ഇത് പറയണം ദുഷ്ടനെന്ന് വരും. കാരണം യോഹന്നാൻ 8:44 അവൻ നുണയനും നുണയുടെ പിതാവുമാണ്, ദൈവം സത്യമാണ്, സത്യം സത്യമായി എന്ന് വെച്ചാൽ നമുക്ക് എല്ലായിടത്തും എല്ലാ കാര്യവും എല്ലാവരോടും പറഞ്ഞുകൊണ്ട് പോകണം. അത് നടക്കുകയില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് ഓർത്തേക്കണം. ഈ നമ്മൾ ഈശോ മൗനം പാലിക്കുന്ന അവസരങ്ങളുണ്ട്. ഞാൻ നിങ്ങൾ പറയുകയെന്ന് പറയുന്ന അവസരമുണ്ട്. അപ്പം സത്യത്തിന് വിരുദ്ധമായിട്ട് പോവുക എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ദൈവത്തിന്റെ ഉള്ളത്തിന് വിരുദ്ധമായിട്ട് പോവുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഉള്ളത്തിന് വിരുദ്ധമായിട്ട് പോകുന്നത് സ്നേഹമില്ലായ്മ, അടിസ്ഥാനപരമായിട്ട് ദൈവത്തിന്റെ ഉള്ള സ്നേഹമാണ്. സ്നേഹമില്ലായ്മ കൊണ്ട് കാര്യങ്ങൾ മറച്ചു വെക്കും, ഒഴിവാക്കും. ചിലപ്പോൾ സ്നേഹം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കും. അതൊരു നുണയുടെ തിന്മയല്ല. സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ചില കാര്യങ്ങൾ ചിലപ്പോൾ പറയാതെ നീങ്ങും. ഡോക്ടർ രോഗിയോട് ചിലപ്പോൾ എല്ലാം അതേപടി അങ്ങ് ബ്ലണ്ടായിട്ട് പറഞ്ഞെന്ന് ശരിയല്ല. വിഷം തീണ്ടി വിഷഹാരി അറിയാം, എന്തോ ശകലം ചെറുതാണ്, പക്ഷെ കൂടിയതായിരിക്കും. അപ്പൊ ആ രോഗിയുടെ അവസ്ഥയൊക്കെ കണ്ടിട്ടാണ് കറ്റു പോകുന്നത്. കുഞ്ഞു പിള്ളേരൊന്ന് ഓരോ കാര്യം ചോദിക്കുമ്പം കുഞ്ഞു വാവ വയറ് വീർത്ത് വരുന്നു, ഇതെന്താ വാവയാ? ഈശോ തന്നതാ, ഈശോ തന്നതാ. അതല്ലാതെ പിള്ളേരോട് എന്നാ പറയാനിരിക്കുന്നത്? ഈശോ കുഞ്ഞവർക്ക് രാത്രി ഈശോ വന്ന് തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, അത് നുണയല്ല, അത് സ്നേഹവും കരുതലുമാണ്. ആ സ്നേഹവും കരുതലും ദൈവമാണ്, ദൈവികമാണ്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ നമ്മൾ പറയാതിരിക്കും. അത് സ്വാർത്ഥത, കാര്യം തട്ടിക്കാൻ, അവരെ ഒഴിവാക്കാൻ, വെറുപ്പ് കൊണ്ട്, വിശ്വാസമില്ലാത്തവർ. അങ്ങനെയല്ല. അങ്ങനെ പോയാൽ അത് നുണയെന്നുള്ള ദുഷ്ടന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ ഈ നെഗറ്റീവ് കാര്യം, അത് പോസിറ്റീവ് കാര്യം. മത്തായി 10:42 വാക്യം, ഈ ചെറിയവരൊരുവനെ ശിഷ്യൻ എന്ന രീതിയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്ന പ്രതിഫലമുണ്ട്. ഒരു പാത്രം വെള്ളത്തിന് പ്രതിഫലം. അവിടെ തന്നെ തൊട്ടിപ്പുറത്ത് 29-30 വാക്യങ്ങള്. മത്തായി 10 ഒരു നാണയത്തിൽ 2 കുരുവി വിൽക്കപ്പെടുന്നില്ലേ? ഒരു കുരുവി ഒരു പിതാവ് അനുവദിക്കുന്നില്ല. തല ഓരോ മുടിയേറെ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ദൈവമായ കർത്താവ്, വലിയ ഗോഡ്, ഓൾമൈറ്റി ഗോഡ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ്, ടേക്കിംഗ് നോട്ട് ഓഫ് ഈവൻ ദ മൈന്യൂട്ടസ്റ്റ് തിങ്സ്. ഇതറിയണം. ബോത്ത് ഇൻ ദ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഏരിയസ്. പാപത്തിന്റെ മേഖലയിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും വ്യർത്ഥമായ ഓരോ വാക്കിനും കണക്ക് കൊടുക്കണം. സത്യമായി പറയുന്നു, വിധി ദിവസം കൊടുക്കേണ്ടി വരും.
ഈശോയാണ് പറഞ്ഞിരിക്കുന്നത്. ഈശോ പറയുന്നത് സ്വർഗ്ഗത്തിലെ ദൈവം തന്നെയാണ്. അതിനെ അതേപടി എടുക്കണം നമ്മൾ. ഒരു വ്യർത്ഥവാക്ക് പോലും പറയലാത്ത ഒരാളായിട്ട് ഞാൻ മാറണം, എത്രയും വേഗം മാറണം. ഒരു വ്യർത്ഥവാക്ക് പോലും പറയലാത്ത, വ്യർത്ഥവാക്ക് പറയരുതെന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തോട്ട് പിന്നെ അഴുക്കുവാക്കില്ല, പുച്ഛം വാക്കില്ല, നിന്ദയുടെ വാക്കില്ല, പരിഹാസ വാക്കില്ല, ഈ കെട്ട അഴുക്ക് എന്നതാ ഇല്ലേ, വൃത്തികെട്ട തമാശകള്, വളിപ്പുകൾ എന്നൊക്കെ പറയാം. അങ്ങനെ വൃത്തികെട്ട മേഖല, സ്വയാർത്ഥം വെച്ചുള്ള കമന്റുകൾ, ഇങ്ങനെയുള്ള ഒന്നിനും പറ്റിയല്ല. അതൊന്നും പറ്റിയല്ല. വിധവയുടെ കുഞ്ഞിക്കാശ് അറിയാമല്ലോ, 2 തൊട്ട് ഈശോ അതിനെ സാധിച്ചു പൊക്കി പറയുന്നു. അപ്പൊ ഈ 2 വർഷം മനസ്സിൽ കുറിച്ച് വെക്കണം. കാരണം നിസ്സാരമായ ചെറിയ പഴുത് തിന്മയ്ക്ക് കിട്ടിയാൽ മതി, അതിനോട് കയറി കിടന്ന് കളിച്ചോണ്ടിരിക്കും. നമ്മൾ എത്ര നോക്കിയാലും നീങ്ങുകയല്ല. അപ്പൊ നമ്മൾ കുമ്പസാരത്തിൽ ഒരുങ്ങുമ്പോൾ ഇന്ന് മാത്രമല്ല, ഈ ദിവസങ്ങൾ മാത്രമല്ല, എപ്പോഴും മുന്നോട്ട് വരുമ്പോഴും കട്ടിയായ വലിയ പാപങ്ങള്, പ്രമാണങ്ങൾ ലിസ്റ്റ് വെച്ചുള്ളത്, അത് എന്തും ആയിക്കോട്ടെ തമ്മിൽ ക്ഷമിക്കും, ഒറ്റയടിക്ക് ക്ഷമിക്കും, ആത്മാർത്ഥമായിട്ട് വന്ന. ഒപ്പം നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കണം കുഞ്ഞു 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 കാര്യങ്ങൾ. എഫെസൂസ് 4 എഫെസൂസ് ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തില്, എഫെസൂസ് ലേഖനം 4-ാമത്തെ അധ്യായത്തില് 29-ാം വാക്യം, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർ ആത്മചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭം സംസാരിക്കുക. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വിസ്താരം നിങ്ങൾ വേദനിപ്പിക്കരുത്. നോക്കിക്കേ, എന്താ നിങ്ങൾ സംസാരിക്കേണ്ടത്, എങ്ങനെ സംസാരിക്കേണ്ടത്? കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും നല്ല കാര്യങ്ങൾ തോന്നിയ പോലെ പറയാനല്ല, സന്ദർഭം അനുസരിച്ച്. എല്ലായിടത്തും വിളിച്ച് ഉപദേശം പറയരുത്, വചനം പറയരുത്. സന്ദർഭം അനുസരിച്ച് കേൾക്കുന്നവർക്ക് ഉന്നതി ഉണ്ടാവണം. അല്ലാതെ ചുമ്മാ അവിടെ ഇവിടെയും പോയിട്ട് വചനം, നിങ്ങളുടെ മുത്തുകൾ 12 തന്നെ ഇടരുതെന്ന് വിശപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മുത്ത് 12 തന്നെ ഇടരുത്. അതുകൊണ്ട് അപ്പൊ സന്ദർഭം അനുസരിച്ച് കേൾവിക്കാർക്ക് ഉന്നതി ഉണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുക. അതല്ലാതെ തിരുവയുടെ വാക്കുകൾ പുറപ്പെടരുത്. തിരുവയുടെ വാക്കുകൾ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കുകയാണ്. ബാക്കി പിന്നെ പറയാണ്, 31-ാം വാക്യം, സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും ഉപേക്ഷിക്കുവിൻ. ദൈവം ക്രിസ്തു വഴി നിങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയ ആർദ്രതയോടെ പെരുമാറുവിൻ. ഇതാണ് നമ്മൾക്ക് പെരുമാറേണ്ട രീതി. ഇതിന് വിരുദ്ധമായിട്ട് എവിടെയൊക്കെ വന്നു പോയിട്ടുണ്ട് തിരിച്ചറിയണം. നമ്മൾ കർത്താവ് പ്രസാദിച്ച, ആത്മാവ് പ്രസാദിച്ച ദാസൻ മത്തായി 12 കണ്ടപ്പോൾ അവർക്ക് ഇവിടെ ഇപ്പുറത്ത് കണ്ടോ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? 18 വീണ്ടും 5-ാം അധ്യായം എഫെസൂസ് 5 തുറന്ന് വായിക്കുമ്പോൾ 3-ാം വാക്യം, നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കരുത്. ഈ അഴുക്ക് കാര്യങ്ങളുടെ പേര് പോലും പറയണ്ട. എന്തിനാ പറയുന്നത്? നമ്മൾ യൂട്യൂബ് ചാനലുകളിലും പത്രമേഖല എല്ലാം അഴുക്കുകളിട്ട് ഇങ്ങനെ അലക്കുകയാണ്. ഇല്ലാത്ത അഴുക്കുകളും തപ്പിപ്പിടിച്ച് ദൂരദർശന് വെച്ച് ഉണ്ടെന്നോർത്ത് കണ്ടുപിടിച്ച് ചർച്ച. അതിനകത്തിരിക്കാൻ പറ്റുകയല്ലെന്നാകണം, അത് കേൾക്കാൻ പറ്റുകയല്ലാത്ത ഉള്ളു പറഞ്ഞു നമുക്ക്. അങ്ങനെയുള്ള ചർച്ചകൾ ഇത് കേൾക്കാറുണ്ട്. നമ്മുടെ ഉള്ളിന്റെ അഴുക്കിനെയാണ് കാണിക്കുന്നത്. അഴുക്കിഷ്ടപ്പെടുന്ന അഴുക്കിന്റെ ആൾക്കാരല്ലേ. ശവം എവിടെയൊക്കെ അഴുകൻ അവിടെ വരും. അഴുക്ക് കിടക്കുന്നിടത്ത് മണത്ത് വരുന്നത് അഴുക്കിനെ ഇഷ്ടപ്പെടുന്ന ജീവികളാണ്. എവിടെയെങ്കിലും ആരുടെയെങ്കിലും അഴുക്കുള്ളതോ ഇല്ലാത്തതോ ചകയുന്നത് നോക്കി നിൽക്കാൻ വൃത്തിയുള്ളവർക്ക് പറ്റുമോ? വിശുദ്ധിയുള്ളവർക്ക് പറ്റിയത് കേട്ട് നിൽക്കാൻ. അത് കേട്ടിരിക്കാൻ നമുക്ക് രസമാണോ? പത്രത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ, TV-യിൽ ചർച്ചകൾ, അങ്ങനെ തട്ടിക്കൊണ്ടുപോയി അവിടെ പോയി ഇങ്ങനെ പോയി അവിശ്വസ്ത കാണിച്ചു, ആ വൃത്തികേട് കാണിച്ചു, ഇങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും. ഇത് കണ്ട് കേട്ടിരിക്കാൻ നമുക്ക് സുഖം തോന്നുന്നുണ്ട്. നമ്മുടെ ഉള്ളില് അഴുക്കുണ്ടെന്നല്ലേ അർത്ഥം. ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന 2 പേര്, അത് ആർക്കാ തിരിയുന്നത്? ജർമ്മൻ അറിയാവുന്നവർക്ക് തിരിയും അല്ലേ? വെളിയെ പോകുമ്പോൾ ജർമ്മൻ ഭാഷ സംസാരിക്കാൻ 2 പേര്. നമുക്ക് ജർമ്മൻ ഒന്നും അറിയത്തില്ല. അത് കേട്ടാൽ നമുക്കൊന്നും തിരിയല്ല.
അഴുക്ക്, ജർമ്മൻ ഭാഷ അഴുക്കാന്നല്ല പറയുന്നത്, മനസ്സിലായല്ലോ. അഴുക്കിന്റെ മേഖല നമ്മുടെ ഉള്ളിലുള്ളപ്പോഴാണ് അഴുക്ക് പങ്കുവെക്കുന്നത് നമുക്ക് രുചി പിടിക്കുന്നത്. ക്രിക്കറ്റ് കളി അറിയാവുന്നവർക്കല്ലേ അതിന്റെ സീൻ കാണുമ്പം, ചർച്ച കാണുമ്പോൾ തിരിയുള്ളൂ. അതിലൊന്നും അറിയാൻ മേലാത്തവർക്ക് എല്ലാം കണ്ടാലും ഒരു താല്പര്യം. അപ്പൊ നമുക്ക് അഴുക്കിന്റെ മേഖലകൾ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനർത്ഥം നമ്മുടെ ഉള്ളിൽ അഴുക്കുണ്ട്. അത് മാറ്റം ദൂരീകരിക്കണം. എങ്ങനെ ദൂരീകരിക്കുക? തിരിച്ചറിയുക, അനുദപിക്കുക, ഏറ്റുപറയുക. അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. കുറെ കയറി കിടപ്പുണ്ട്. ഇങ്ങനെ ഏറ്റുപറയുന്നതോടെ ഏറ്റെടുക്കും. പുതിയ എടുക്കാതിരിക്കാൻ നോക്കുക. അറിയാതെ വന്നു പോയോ പിന്നെ ഏറ്റുപറയുക. ഈ പ്രക്രിയ നിരന്തരം ചെയ്ത് മുന്നോട്ട് പോകാമെങ്കിൽ ആഴ്ചകളും മാസങ്ങളും കഴിയുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി, ഡെലിക്കേറ്റ് കോൺഷ്യൻസ്, ലോല മനസ്സാക്ഷി രൂപാന്തരപ്പെടും. മനസ്സാക്ഷി 3 വിധമുണ്ട്. ഹാർഡ്, ഡെലിക്കേറ്റ് ആണ് ഒറിജിനൽ ദൈവം നമുക്ക് തരുന്നത്. വിശുദ്ധരെ സൃഷ്ടിക്കുന്ന മനസ്സാക്ഷി ഡെലിക്കേറ്റ് കോൺഷ്യൻസ് ആണ്. ലോല മനസ്സാക്ഷി, മൃദു മനസ്സാക്ഷി, അത് സത്തയില്ലാതെ പിന്നെയും മനസ്സാക്ഷിയുടെ പ്രേരണ അവഗണിച്ച് പോകുമ്പോൾ മനസ്സാക്ഷി കല്ലിച്ച് ഹാർഡ് കോൺഷ്യൻസ് എന്നൊരു ദയനീയ അവസ്ഥയുണ്ട്. ഇത് സമാനമായ വേറൊരു അവസ്ഥയാണ് ലാക്സ് കോൺഷ്യൻസ്. തിയോളജി പഠിപ്പിക്കും. ലാക്സ് കോൺഷ്യൻസ്, അയഞ്ഞ മനസ്സാക്ഷി. എന്നാ കാണിച്ചാലും അത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, അങ്ങനെ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത്. ഒരു കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, അങ്ങനെ പോകുന്ന അവസ്ഥയാണ് അയഞ്ഞ മനസ്സാക്ഷി. ഹാർഡ് എന്ന് പറഞ്ഞാൽ ഇനിയും ചെയ്യും. ഹാർഡ്. ഇത് 2 അപകടമാണ്. വണ്ടിയുടെ പുറകത്തെ സെൻസറുകൾ ആക്റ്റീവ് ആണെങ്കിൽ വണ്ടി പുറത്തെടുക്കുമ്പോൾ കൃത്യം അവർക്ക് ഡിപ്പ് കിട്ടും. ആ സെൻസർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു, കവർ ചെയ്ത് വെച്ചിരിക്കുന്നു, അല്ലെ മണ്ണ് പൊതിഞ്ഞിരിക്കുന്നു, ഇത് കിട്ടിയാൽ അതുപോലെ സംഭവിക്കുകയാണ്. അപ്പോൾ ലോല മനസ്സാക്ഷി വളർത്തിയെടുക്കണം. അതെങ്ങനെ വളരും? തെറ്റിപ്പോയി എന്ന്, തെറ്റാണെന്ന് വചനം അനുശാസിക്കുന്ന കാര്യങ്ങൾ വിശദമായി പഠിപ്പിച്ചിരിക്കുക, അതേപടി അംഗീകരിക്കുക, ആത്മശോധന ചെയ്യുക, തെറ്റിപ്പോയതെല്ലാം അനുദപിക്കുക, കുറിക്കുക, ഏറ്റുപറഞ്ഞ് ആശീർവാദം മേടിക്കുക. അത്ര അഴുക്ക് മാറിക്കിട്ടും. പിന്നെ അഴുക്ക് വരാതിരിക്കാൻ സൂക്ഷിക്കുക. ഒന്ന് പോയോ അപ്പോഴേ അത് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുക. ഉമ്മസാരക്കൂട്ടിലും അല്ലാതെ തനിച്ചും എപ്പോൾ സംഭവിക്കുന്നു. ഈ പ്രക്രിയ നീ ചിട്ടയോടെ ചെയ്യാവോ, ആഴ്ചകൾക്കുള്ളിൽ നിന്റെ മനസ്സാക്ഷി വീണ്ടും ഡെലിക്കേറ്റ് ആകും, മൃദു മനസ്സാക്ഷിയാണ്. അപ്പോൾ ഓരോ അവസരം വരും നിന്റെ ഉള്ളിൽ കിട്ടും. അതുകൊണ്ട് ഇവിടെ കണ്ടേ എഫെസസ് 4 നമ്മൾ പറഞ്ഞില്ലേ, 30-ാം വാക്യം, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ തെളിച്ചു വെക്കുന്ന ദൈവത്തിന്റെ സ്വരം, മനസ്സാക്ഷരം. എവിടെയെങ്കിലും തെറ്റായിട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നൊമ്പരമാണ് മനസ്സാക്ഷി. നോ 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 വേണ്ട. ആ നൊമ്പരം തിരിച്ചറിയണം. അത് പരിഗണിച്ച് പോകുമ്പോൾ കൃത്യമാണ് ദൈവത്തിന്റെ അല്പം നമ്മുടെ ഉള്ളിൽ തന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ രാവിലെ കണ്ടതുപോലെ ദൈവചൈതന്യം അവരെ വസിക്കുന്നവർക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. എവിടെയാണ് വചനം? പാപം ചെയ്യാൻ സാധ്യമല്ല. 1 യോഹന്നാൻ 3:9 വാക്യം. പാപം ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ആകാൻ ആഗ്രഹം ഉണ്ടോ? നമ്മൾ ഓരോ വചന വാഗ്ദാനങ്ങൾ, ദൈവത്തിന്റെ പ്രതീക്ഷകൾ ഇങ്ങനെ വചനത്തിൽ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചാടി പിടിക്കണം. ഇതെനിക്ക് വേണം. പട്ടായ സിംഗ് ചാടി പിടിച്ചതിനെ കുറിച്ച് അച്ഛൻ പറയും അല്ലേ? പാലക്കാട് രൂപത്തിൽ ഏതോ ഒരു അച്ഛന് ഒരു കൃപ കൊടുത്ത് ദൈവം ഉപയോഗിക്കാൻ പോകുന്നുവെന്ന് കൊച്ചുമാത്തൂച്ചൻ ഒരു കൺവെൻഷൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പം അച്ഛൻ ആ സമയത്ത് അവിടെ ഇല്ല. അച്ഛനെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് കേട്ടില്ല, അച്ഛൻ തന്നെ പറഞ്ഞാൽ കേട്ടിരിക്കുന്നു. അച്ഛനെ അടുത്ത ഇടവേളയ്ക്ക് കണ്ട് കൺവെൻഷൻ കൊടാൻ വേണ്ടി വന്ന അച്ഛന്മാർ, കാപ്പ് കുടിക്കുന്നിടത്ത് വന്നിരുന്ന അച്ഛന്മാർ ചർച്ചയാണ്. ഒരു അച്ഛന് നമ്മുടെ രൂപതയിൽ ദൈവം പ്രത്യേക കൃപ കൊടുത്ത് ഉപയോഗിക്കാൻ പോകുന്ന ഏതച്ഛനായിരിക്കും? അപ്പോൾ അച്ഛന്മാർ പറയും ആ അച്ഛനായിരിക്കും, ഈ അച്ഛനായിരിക്കും, അല്ലെ അങ്ങനെ മറ്റേ അച്ഛനായിരിക്കും. അപ്പോഴാണ് ഓട്ടാച്ചൻ കയറി വരുന്നത്. അവിടെ ആരകാർ പറഞ്ഞു ചോദിച്ചു. അവർ പറഞ്ഞു ഇതേ കൊച്ചുമാത്തച്ഛൻ പറഞ്ഞു നമ്മുടെ രൂപതയിലെ ഒരു അച്ഛന് പ്രത്യേക കൃപ ദൈവം കൊടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഒരച്ഛൻ. ഓട്ടാച്ചൻ പറയാണ് ഇത് കേട്ടിട്ടാണ് ഞാൻ ഇനി മാറുന്നു പറഞ്ഞു. അറിഞ്ഞു വന്നേക്കാൻ പറഞ്ഞു. തൂണും ചാരി നിന്നും പെണ്ണും കൊണ്ട് പോയി നമ്മൾ പറയും. ബാക്കി അച്ഛന്മാരെല്ലാം ചർച്ചയോട് ചർച്ച. ഇങ്ങേറി ചെന്ന് കയറിയിട്ട് അപ്പടെ കേൾക്കുന്നു ചാടിപ്പിടിച്ചു. ഇതാണ് ആമേൻ എന്ന് പറയുന്നത്. ഇനി പോരട്ടെ ആമേൻ. അപ്പൊ നമ്മൾ ഓരോ വചന ദൈവത്തിന്റെ പ്രതീക്ഷകളും വാഗ്ദാനങ്ങളും നമ്മൾ നിറവേറേണ്ടതാണിത് മുഴുവനും. തമ്പര ഇങ്ങനെ വെളിപ്പെടുത്തുന്നത് കേൾക്കുമ്പം നിങ്ങളുടെ ഇവിടെ ഒരു കത്തില് വരും, ഒരു എരിച്ചില് വരും. ദൈവമേ അപ്പോഴേ പഠിത്തിരിക്ക് വേണം. അതെന്നെ സംഭവിക്കട്ടെ. മാതാ പറഞ്ഞേ എന്നെ സംഭവിക്കട്ടെ, നിന്റെ വാക്ക് എന്നെ സംഭവിക്കട്ടെ.
അപ്പടെ ദൂതം പോയി സംഭവിച്ചു. ഓരോ വചന വ്യക്തി കേൾക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ പറയണം, അതെന്നെ സംഭവിക്കട്ടെ, അതെന്നെ. അപ്പം തന്നെ അത് ഓണാകും, അപ്പം തന്നെ അത് ആക്റ്റീവ് ആകും. പക്ഷത്തെ അമ്മ പറഞ്ഞു, നീ പറഞ്ഞ വാക്ക് എന്നെ ഭവിക്കട്ടെ. അപ്പോഴേ അവിടെ ഉദരത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. എവിടെയൊക്കെ പോയി ആ കൃപ അപ്പോഴേ ആരംഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ആരംഭിച്ചുകൊണ്ട് മാത്രം കുഞ്ഞുണ്ടാകണമെന്നില്ല, അതിനുള്ളൊരു പ്രക്രിയ നമ്മൾ ശ്രദ്ധിച്ചെടുക്കും. എന്ന് പറഞ്ഞ പോലെ തമ്പുരാൻ കൃപ തരും, വളർത്തിയെടുത്താൽ മതി, അത് പൂർണ്ണത്തിലേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധിയുടെ അദ്ദേഹത്തിന്റെ പേര് പോലും കേൾക്കരുത്. നിങ്ങൾ കുമ്പസാരിക്കാനായിട്ട് ഒരുങ്ങുമ്പം നമുക്ക് പതിവായിട്ട് കുമ്പസാരിക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്കറിയാം, ആത്മശോധന എല്ലാം ഉണ്ട്. ഈ ഒരു വചന വ്യക്തതയിൽ തമ്പുരാന്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തിലേക്ക് നോക്കണം. ഭാരപ്പെടരുത്. അയ്യോ, ഇങ്ങനെയാണ് എൻ്റെ തമ്പുരാനെ, എന്തെല്ലാം കുമ്പസാരിച്ചാൽ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛാ ഈ പരിപാടി ഇതെങ്ങനെ നടക്കും? തമ്പുരാൻ ഒരിക്കലും നമ്മളെ ഭാരപ്പെടുത്തിയല്ല പരിശുദ്ധാത്മാ ബോധം തരുന്നത്. സ്വന്തമായിട്ട് എന്നുള്ള സമയത്ത് ഒരുപാട് ചോദിച്ചുകൊണ്ട് കുറിക്കാൻ തയ്യാറാവില്ല. ബോധ്യപ്പെടുത്തി തരുന്നത് കുറിക്കുക. ബോധ്യപ്പെടുത്താത്തത് ഏറ്റു പറയണ്ട, പിന്നെ ബോധ്യപ്പെടുത്തിക്കോളൂ. അന്നേരം പറഞ്ഞാൽ മതി. മനസ്സിലായി? അങ്ങനെ എടുക്കണം. ഒരു ഭാരപ്പെടാനല്ല, നമ്മൾ വിശുദ്ധീകരിക്കാനാണ്. അതുകൊണ്ട് ആ രീതിയിൽ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ വ്യഭിചാരത്തിന്റെ യാതൊരു അശുദ്ധിയുടെ അതേ പേര് പോലും കേൾക്കരുത് ദൈവമേ എന്ന് മാത്രം അങ്ങനത്തെ ചർച്ചകൾ ഞാൻ കേട്ടിരുന്നിട്ടുണ്ട്. യൂട്യൂബില്, പത്രത്തില്, TV-യിൽ അതേപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് പറഞ്ഞ് അവരെ പറ്റി പറഞ്ഞു, ഇവരെ പറ്റി പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, അത് കേട്ടിട്ട് അതേപ്പറ്റി ചോദിച്ചറിഞ്ഞു, അതേപ്പറ്റി പറഞ്ഞു നടന്നു. ദൈവമേ, ആ നിമിഷങ്ങൾക്കുള്ള ഞാൻ കണക്ക് കൊടുക്കണം. ഒന്ന് വ്യർത്ഥ ഭാഷണം, അതിനു മുമ്പ് ദൈവത്തിന് സ്തുതി അർപ്പിക്കാത്ത നിമിഷങ്ങൾ കടമായി, പിന്നെ വ്യർത്ഥമായ കാര്യം, അഴുക്ക് കാര്യം, വിശുദ്ധി. ഇത് ഇങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് കുറിച്ച് വെച്ച് മോചനം പ്രാപിച്ചു നിങ്ങൾ അത്ഭുതകരമായ ദൈവശക്തി നിറയുന്ന അറിയും. ദൈവശക്തി നിറഞ്ഞ അറിയും. ഞാൻ അഴുക്ക് പോയി കഴിയുമ്പോൾ നിറയും. വീണ്ടും 4-ാം വാക്യം കണ്ട് അവിടെ എഫെസസ് 5:4 മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാപല്യം നമുക്ക് യോജിച്ചതല്ല, പകരം കൃതജ്ഞ സ്തോത്രമാണ് ഉചിതം. മ്ലേച്ഛത, വ്യർത്ഥ ഭാഷണം, ചാപല്യം, ചെല്ലിങ്ങനെ ചപല രീതികളാണ്. ചുമ്മാ ചപലമായിട്ട് ഉന്തി പറഞ്ഞു ബഹളം വെച്ചു ഒരു വക ഒരു അർത്ഥമില്ലാത്ത ചാപല്യം പറഞ്ഞറിയാൻ പറ്റില്ല. ചുമ്മാ വർത്താനം പറഞ്ഞ് ഒരു വക കളിയാക്കി പരിഹസിച്ചു. നമുക്ക് തമാശ വേണം, റിക്രിയേഷൻ വേണം, ഉല്ലസിക്കാൻ പറ്റണം, ഇതെല്ലാം വേണം. പക്ഷെ ഈ ഒരു വിലയില്ലാത്ത കെട്ട രീതിയിൽ ചുമ്മാ അതും ഇതും പറഞ്ഞ് ഇക്കിടി കൂട്ടുന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞ് ഒരു വക ചാബല്യം എന്ന് പറയുന്നത്, ചാബല്യം. അത് അങ്ങനെയൊക്കെ സമയം കളഞ്ഞിട്ടുണ്ടോ? മാപ്പ് ചോദിക്കുക, തിരുത്തത്. ഇനി അത് വേണ്ട. താഴേക്ക് വരും. വീണ്ടും കാണും നമ്മൾ എന്താ 16-ാം വാക്യം. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. എഫെസസ് 5:16. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. കണ്ടോ? എല്ലാ നേരവും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും വരെ കടപ്പെട്ടവരാണ്. ഭോഷരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്താ മനസ്സിലാക്കുവിൻ. ഇതാ കർത്താവിന്റെ അഭീഷ്ടം. വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം ഈശോ വഴി പഠിപ്പിച്ചത് ആത്മാവ് പ്രവാചകർക്ക് അപ്പസ്തലർക്ക് വെളിപ്പെടുത്തി കൊടുത്തതായത്. ദൈവത്തിന്റെ അഭീഷ്ടം എന്ന് മനസ്സിലാക്കുകയും ഭോഷരാകാതെ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. ദുരാസക്തിയുണ്ട്. വീഞ്ഞ് മാത്രം നമ്മളെ ഉന്മത്തരാക്കുന്ന ഒന്നും നമുക്ക് വേണ്ട. പിന്നെ എന്താ ഉന്മത്തത വേണ്ടത്? ആത്മാവിൽ പൂരിതരാകുകയും സങ്കീർത്തനങ്ങളും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. എപ്പോഴും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന ഒരു ഉള്ളത്തിന്റെ ഉടമയാക്കാൻ കൊതിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ പോകുമ്പോഴെല്ലാം നന്ദി സ്തുതി ഇങ്ങനെ നടക്കുക. എല്ലാ സമയത്തും അവരെ ഒരു തിന്മയേശിയല്ല. അവർക്കുള്ള വചനവാഗ്ദാനമാണ് ലൂക്ക 10:19 പാമ്പുകളെ തേളുകളെ ഒന്നും ഉപദ്രവിക്കുക. ഇത് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, സാധിക്കും. അല്പം ഒന്ന് ബലം വിളിച്ച് പരിശ്രമിച്ച് പെട്ടെന്ന് നമ്മുടെ കൃപ തരും. സമൃദ്ധമായിട്ട് അങ്ങനെ കൃപ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് റോമ 13 കണ്ടല്ലോ, സ്നേഹം. അതിന്റെ ബാക്കി അപ്പസ്തലൻ പറയുമ്പോൾ റോമ 14-ാം അധ്യായം കൂടെ ജസ്റ്റ് നോക്കിക്കുക. റോമ 14-ാമത്തെ അധ്യായത്തില് ഈ പരസ്പര സ്നേഹം 13:8 നമ്മൾ കണ്ടു, 8 മുതൽ കണ്ടു.
പരസ്പരം സ്നേഹിക്കുക എന്ന ഒഴികെ നിങ്ങൾക്ക് ആരോട് കടപ്പാടുണ്ടാകരുത്. സ്നേഹമാണ് നിയമത്തിന്റെ പൂർത്തീകരണം. 10-ാം വാക്യം. അതെല്ലാം പറഞ്ഞു വെച്ചിട്ട് താഴേക്ക് വരുമ്പം 14-ാം വാക്യം, 14-ാം അധ്യായം. അവിടെ സഹോദരനെ വിധിക്കരുത്. ഈ സ്നേഹത്തിന് വിരുദ്ധമാണ് വിധിക്കരുത്. ഈ റോമ 14-ാം അധ്യായം, 14-ാം അധ്യായം. വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവരെ സ്വീകരിക്കുവിൻ. അത് അഭിപ്രായ വിധങ്ങൾ തർക്കിക്കാനാകരുത്. തർക്കിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എത്രാമത്തേത്? ഇല്ല. നമ്മൾ തർക്കിക്കാറുണ്ടോ? അപ്പൊ തർക്കിച്ച് സംസാരിച്ച ഓരോ അവസരവും ഞാൻ പുറപ്പെടുവിച്ചത് സാത്താന്റെ ഫലമാണ്. ഫലത്തിന് വൃക്ഷത്തെ അറിയണം, ഇല്ലേ? മത്തായി 7-12 ഒക്കെ നമ്മൾ സൂചിപ്പിച്ച് കാണും, അല്ലേ? ഡിസൈൻമെന്റ്. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലം പറ്റിയല്ല. ചീത്ത വൃക്ഷം നല്ല ഫലം ഉണ്ടാക്കുകയല്ല. നീ ഭാര്യയും ഭർത്താവും അല്ല സഹോദരനും അപ്പനും മക്കളും കൂടെ വീട്ടിൽ തർക്കിക്കുന്നുണ്ടോ? പൈശാചിക അരൂപിയാണ് ഭരിക്കുന്നത്. അവന്റെ പ്രേരണയ്ക്ക് നിങ്ങൾ വഴി കൊടുക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവുള്ള വ്യക്തി ഒരിക്കലും തർക്കിക്കണം. മത്തായി 12 നമ്മൾ കണ്ടു. ചതഞ്ഞ് ഞാങ്ങനെ ഒടുക്കിയില്ല. അതിനു പറഞ്ഞു അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയില്ല. അവന്റെ ശബ്ദം തെരുവീതിയിൽ ആരും കേൾക്കില്ല. തർക്കിക്കില്ല, ബഹളം കൂട്ടില്ല. നമ്മൾ സാത്താൻ കയറി പിടിക്കുന്ന പഴുതുകൾ തിരിച്ചറിഞ്ഞ് ഒന്നൊന്നായിട്ട് അടച്ചേ. കുടുംബത്തില് ഇവിടെ ദുഷ്ടനെ എതിർക്കരുത്. ഇങ്ങോട്ട് നമുക്ക് പഠിച്ചത് എപ്പോഴും കാണണം. ഈ റോമ 14 കാണണം. മത്തായി 5 പറയുന്നത് ദുഷ്ടനെ എതിർക്കരുത്. ദുഷ്ടനെ എതിർത്താൽ എന്നാ സംഭവിക്കും? കടയിൽ പോയി തക്കാളി വാങ്ങിച്ചോണ്ട് പോകും. നാട്ടിലെ കട ഞാൻ ഓർക്കുന്നത്. കടയിൽ തക്കാളി വാങ്ങിച്ചിട്ട് പൊതി കഴിച്ച് നോക്കിയപ്പം ഒരെണ്ണം ചീഞ്ഞിരിക്കുന്നു. നമ്മൾ പൈസ കാണിച്ചു കൊടുത്തിട്ട് കടക്കാരൻ തിരിച്ച് കുറച്ച് എടുത്ത് വെച്ചപ്പോൾ ചീഞ്ഞ് ഒരെണ്ണത്ത് കയറ്റി വെച്ച് പായ്ക്ക് തന്നു വിട്ടു. നമ്മൾ വീട്ടിൽ കൊണ്ടു പൊതി കഴിച്ചപ്പോൾ ഒരു തക്കാളി ചീഞ്ഞിരിക്കുകയാണ്. കടക്കാരൻ പറ്റിച്ചു. ആ അരിശത്തിന് ആ തക്കാളി മേശപ്പുറത്തിരിക്കുക. ഒരൊറ്റ അടി തക്കാളി കിട്ടും. നല്ലൊരു ചീമുട്ട, ഒരു മുട്ട ചീഞ്ഞതാണ്. ഒറ്റ അടിച്ചിട്ട് ആ അരിശം വെറുപ്പ് കാണിക്കുകയാണ്. അത് സംഭവിക്കും. അതിന്റെ ചീഞ്ഞത് അകത്തിരുന്ന് മുഴുവനും പുറത്തോട്ടിടും. ഇതാണ് ദുഷ്ടനെ എതിർക്കുമ്പോൾ സംഭവിക്കുന്നത്. മത്തായി 5:39 വാക്യം. നിങ്ങൾ ദുഷ്ടനെ എതിർക്കരുത്. ദുഷ്ടത നിറഞ്ഞ ചീഞ്ഞ തക്കാളി പോലെ, ചീഞ്ഞ മുട്ട പോലെ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള വ്യക്തികളാവും. സാത്താന്റെ കണിയാണ്. വെറുപ്പ് നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അരിശപ്പെട്ടു എന്തെങ്കിലും കാര്യം, പങ്കാളി, ഭർത്താവ്, ഭാര്യ, അപ്പൻ അല്ല മക്കള് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ അരിശപ്പെട്ട് വരികയാണ്. ദുഷ്ടത നിറഞ്ഞ അരിശം, കോപം, വെറുപ്പ്. കമാന്ന് രക്ഷം വേണ്ടരുത്. മിണ്ടിയിട്ടുണ്ടെങ്കിൽ തക്കാളിക്കിട്ട് അടിക്കുന്നതിന് തുല്യമാണ്. അനുഭവിച്ചിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. അവരുടെ ഉള്ളിലുള്ള സകല അഴുക്കും ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ദേഹത്തും അവരുടെ ദേഹത്തും വീട്ടിലുള്ള പിള്ളേരെ എല്ലാവരും അഴുക്ക് കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടും. ദുഷ്ടനെ എതിർക്കരുത്. ഇതിന് വിരുദ്ധമായിട്ട് സംഭവിച്ച നിമിഷങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് സംസാരിക്കാൻ ഒരുങ്ങിക്കുകയും വചനവിരുദ്ധമായി പോയ നിമിഷങ്ങളെല്ലാം ദൈവരാജ്യത്തിന് പുറത്തു പോയ നിമിഷങ്ങളല്ലേ. തർക്കിക്കരുത്. തർക്കത്തിന്റെ അരൂപി പരിശുദ്ധാത്മാവല്ല. ഈശോ ഒരിക്കലും തർക്കിക്കുകയല്ല, സംസാരിക്കും, ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മ ബോധ്യപ്പെടുത്താൻ നോക്കും. സഹോദരൻ തെറ്റ് ചെയ്ത മത്തായി 18-15 വാക്യം. സഹോദരൻ തെറ്റിയ നീ അവന് തനിച്ചായിരിക്കുമ്പോ ചെന്ന് ബോധ്യപ്പെടുത്തുക. കുറ്റപ്പെടുത്തരുത്, ഉപദേശിക്കരുത്, തർക്കിക്കരുത്, വഴക്ക് ഒന്നും വേണ്ട. തെറ്റ് ചെയ്തോ പങ്കാളി അല്ല സഹോദരൻ ആരെങ്കിലും എൻ്റെ വീട്ടിൽ തനിച്ചായിരിക്കുമ്പോൾ ചെന്ന് ബോധ്യപ്പെടുത്താമോ നോക്കുക. മത്തായി 18-15 വാക്യം അല്ലേ. അത് ഈശോ ചുമ്മാ എളുപ്പത്തിലൊന്നുമല്ല പറയുന്നത്. 50% വിജയിക്കാൻ സാധ്യതയുള്ളൂ. കേട്ടാൽ നേടി, കേട്ടില്ലെങ്കിലോ 50-50 രണ്ടുപേരെ കൂടെ ഉത്തരവാദിത്തപ്പെട്ട കൂട്ടിക്കൂട്ടുകൾ സംസാരിക്കുക. അവിടെ 50% പോസിബിലിറ്റി ഉള്ളൂ. കേൾക്കണമെന്നില്ല. കാരണം ഫ്രീ വില്ലുണ്ട്, മറുതലിക്കാൻ പറ്റും. ദൈവം കൊടുത്ത ഫ്രീ വില്ല. അത് നന്മയ്ക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന, അത് തിന്മയ്ക്ക് ഉപയോഗിക്കും.
അവിടെ കേൾക്കുന്നില്ല, സഭയോട് പറയുക. അവിടെ 50% സത്യമുള്ളൂ. എന്നിട്ട് കേൾക്കുന്നില്ലെങ്കിലോ വിജാതിരെ പോലെ ആയിരിക്കട്ടെ. ചെറുത് എന്താ? സുവിശേഷത്തിന്റെ പോലും കേൾക്കാത്തവരാണ്. ABCD പോലും അറിയത്തില്ല. ABCD മുതൽ ആരംഭിക്കണം. ആ രീതി അവരെ കൈകാര്യം ചെയ്യണം. ഇതല്ലാതെ ഭർത്താവ്, ഭാര്യയും, മക്കളും, മാതാപിതാക്കളും തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആരാടി എന്നതാണിത് പറഞ്ഞില്ലേ ഇത് ബഹളം വെച്ച ഒപ്പ് തിരിച്ച് ബഹളം, അങ്ങോട്ട് ബഹളം, ഇങ്ങോട്ട് ബഹളം, പിന്നെ ഉള്ളിലുള്ളതെല്ലാം കൂടെ പുറത്തിട്ടു. അഴുക്ക് കൊണ്ട് അഭിഷേകം. അഴുക്കെന്ന് പറയുന്നത് സാധാരണയാണ്. സ്നേഹമുള്ളവർ, നമ്മുടെ പിശാചിന്റെ അസാധാരണ ഇടപെടലുകളെ മേഖലയൊക്കെ സൂചിപ്പിച്ച് നമ്മൾ പറഞ്ഞു. അങ്ങോട്ട് പോകുന്നത് അങ്ങനെ വന്നത് സമയമെടുക്കും പരിഹരിക്കാൻ. അത് സമയമെടുക്കും പരിഹരിക്കാൻ. അതിന് നമ്മൾ നീങ്ങണം. ഉടുപ്പയിൽ ചെടി പറ്റാൻ 1 നിമിഷത്തെ അശ്രദ്ധ മതി. കറി എടുത്തപ്പോൾ ഒന്ന് പറ്റി. കറി പറ്റിയത് 1 നിമിഷം കൊണ്ട് പറ്റിയത് പഴയ പോലെ ഉടുപ്പാക്കണം 2 നിമിഷം മതിയോ? 3 നിമിഷം മതിയോ? 4 നിമിഷം മതിയോ? നമുക്കറിയാം. കത്തിയെടുത്ത് പെരുമാറി അശ്രദ്ധമായിട്ട് ഒന്ന് മുറിഞ്ഞു 1 നിമിഷം. അത് പഴയ പോലെ ആ ശരീരം ഒന്ന് ആകണമെങ്കിൽ കണ്ടോ? ഇതുപോലെ ആത്മീയ മേഖലയിലും തിന്മയ്ക്ക് അവസരം കിട്ടിയാൽ അതിനെ പഴയ പോലെ ആക്കണമെങ്കിൽ ഒരു വില കൊടുക്കാൻ ആവശ്യമുണ്ട്. ക്ഷമയോടെ നീങ്ങണം. സാധിക്കും. ക്ഷമയോടെ നീങ്ങിയേ പറ്റും. അങ്ങനെ നമ്മുടെ ക്ഷമയോടെ നീങ്ങണം. അസാധാരണ പൈശാചിക ഇടപെടലിന്റെ അവസ്ഥയിലേക്ക് നമ്മളോ കുടുംബാംഗങ്ങളോ ഒക്കെ കടന്നു പോയാൽ പിശാചിന്റെ ഇടപെടൽ ഒരു വ്യക്തിയിലുണ്ടാകുന്നു. സാധാരണ ഇടപെടൽ അതിന് വഴങ്ങി അസാധാരണ രീതിയിൽ ഇടപെടുന്നു. അങ്ങനെ വരുമ്പോൾ അടുത്തത് പിന്നെ ഈ കമ്പ്യൂട്ടറിലൊക്കെ ഒരു ഫയലെ കയറിയാൽ ആ ഫയൽ വെച്ച് ഓണാക്കിയാൽ അടുത്ത ഫയലെ പിടിക്കും. പിന്നെ ശ്രദ്ധിക്കുന്നതിന് അടുത്ത ഫയലെ പിടിക്കും. അങ്ങനെ അങ്ങോട്ട് കയറി പിടിച്ചാൽ അതുമായിട്ട് ബന്ധിപ്പിക്കുന്ന മറ്റ് കമ്പ്യൂട്ടർ കയറി പിടിക്കും. എന്ന് പറഞ്ഞതുപോലെ പിശാചിന് ഒരു വ്യക്തി അവസരം കൊടുത്താൽ ആ വ്യക്തിയെ കയറി പിടിച്ച് സർപ്പം 1 കൊത്തി 2 കൊത്തി 3 കൊത്തി ആ വ്യക്തിയെ കൂടെ നിൽക്കുകയാണ്. ആ വ്യക്തിയുടെ പങ്കാളിക്കിട്ട് കൊത്താൻ തുടങ്ങും. മക്കളിലേക്ക് കൊടുക്കും, കൂടപ്പുറപ്പുകളിലേക്ക് കൊടുക്കും, ഇടപെടുന്നവർക്കെല്ലാം കൊടുക്കും. അത് അവരെ ഏറ്റിട്ട് അവർ കുഴയാൻ തുടങ്ങും, ഞെരുങ്ങാൻ തുടങ്ങും, തിരിച്ച് തിന്മ കൊണ്ട് തിരിച്ചടിക്കാൻ നോക്കും. സാത്താൻ്റെ അവരെ തുടിക്കാണ്. ഞാൻ പുസ്തകത്തിനകത്ത് ഒരു പുസ്തകത്തിൻ്റെ പേര് തിന്മയുടെ ഷോക്കടിക്കരുത് എന്നുള്ളതാണ്. തിന്മയുടെ ഷോക്കടിക്കരുത്. ഞാൻ ആലം പുത്തമ്പള്ളി വികാരിയായിരുന്നു. എനിക്ക് ശേഷം വികാരിയായിരുന്ന ഒരു ഒരച്ഛൻ ഷോക്കടിച്ച് മരിച്ച അവിടെ പള്ളിയുടെ പുറകിൽ കന്നുകാലി മേയ്ക്കാൻ വന്നിരുന്ന ഒരു സഹോദരി, അടുത്ത വീട്ടിലൊരു അമ്മച്ചി, പ്രായമുള്ള അമ്മച്ചി ഷോക്കടിച്ചു. എല്ലാവരും കേവിലായി അതിന് പോകുന്നുണ്ട്. ട്രാൻസ്ഫോമർ ഷോക്കടിച്ച് കിടന്ന് കാറി അച്ഛൻ കാരച്ച കേട്ട് ഓടിച്ചെന്ന് ഓടിച്ചെന്ന് പിടിച്ചേൽപ്പിച്ചപ്പോൾ അച്ഛൻ്റെ 2 പേര് കരിഞ്ഞു പോയി. തൊണ്ടാങ്കുടി അച്ഛൻ ഷോക്കടിച്ചു. അപ്പൊ ഞാനിത് പറഞ്ഞാൽ ഒരാൾക്ക് ഷോക്ക് കിട്ടുന്ന ആളെങ്ങനെ പെരുമാറുന്നത്? അയ്യോ, എൻ്റെ കാലേ കൂടെ കറണ്ട് കയറുന്നുണ്ടെന്ന് തോന്നുന്നു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ, എന്നെ ഒന്ന് സഹായിക്കാവോ, ആ സ്വിച്ച് ഒന്ന് ഓഫാക്കിക്ക്, എല്ലാവരും കേവിയാണോ തോന്നുന്നത്? ഇങ്ങനെയാണോ? ഷോക്ക് കിട്ടുന്ന വ്യക്തി രീതി എല്ലാം മാറും. അപ്പോഴേ രീതി മാറി. നിൽക്കത്തില്ല, സംസാരിക്കത്തില്ല, വിറയ്ക്കുന്നു, ബഹളം വെക്കുന്നു, പുകയുന്നു. അങ്ങനെയുള്ള വ്യക്തിയെ കൈകാര്യം ചെയ്യുന്ന വ്യക്തി അടുത്ത് ചെല്ലുമ്പോൾ, സഹായിക്കാൻ ചെല്ലുമ്പം ഷോക്ക് അടിക്കാൻ നോക്കും. ഒന്നാമത്തെ കാര്യം അതിൻ്റെ പറയല്ലേ, സെൽഫ് ഹെൽപ്പ് യുവർ സെൽഫ് ഫസ്റ്റ് ഓപ്ഷൻ. എന്നിട്ട് ബാക്കിയുള്ള സഹായിക്കുമ്പോൾ അത് സ്വയം സഹായിക്കണം. അപ്പം ഷോക്ക് അടിക്കുന്ന അവസ്ഥയിലുള്ള വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി ചെല്ലുമ്പം നമുക്ക് ഷോക്ക് അടിക്കരുത്. സഹായിക്കാൻ ചെല്ലുമ്പോൾ ഷോക്ക് അടിച്ചിട്ട് എങ്ങനെ അറിയാം? അടിക്കുന്നുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? ചെരുപ്പ് കാല് ഊർന്ന് പോയി നിരത്തോട്ട് പോയി തരിച്ചു കയറി അപ്പോഴേ ആ ആള് കിടന്ന് പെരുമാറുന്ന അതേ ഞാൻ കിടന്ന് പെരുമാറുന്നുണ്ട്. കോപിച്ച് ബഹളം വെച്ച് ഇങ്ങനെ നിൽക്കുന്ന ആളിനെ കൈകാര്യം ചെയ്ത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഇയാൾ എന്നാ ഇങ്ങോട്ട് പാടി, ആഹാ ഇത് ശാന്തമാട ചെയ്ത് ആദ്യം വഴക്കത്ത് ബഹളം. എന്നാ ഇവിടെ ബഹളം? എന്താ പറ്റി നിങ്ങൾക്ക്? അല്ല എന്താ കാര്യം എന്ന് പറയാം. ഇപ്പൊ ഭാര്യ വന്ന് ശാന്തമായിട്ട് സംസാരിക്കും കേട്ടോ. അല്ലെ കാണിക്കും, എന്നാ കാണിച്ചില്ല. ഷോക്ക് കിട്ടി, മനസ്സിലായോ? ഷോക്ക് കിട്ടി. ആ ആളിനുള്ള ഷോക്ക് ഇവിടെ അതേപടി കിട്ടിക്കഴിഞ്ഞു. 2 പേരും കിടന്ന് പെടുകയാണ്. എത്രയും വേഗം ഇത് ഓഫാക്കി രക്ഷിച്ചില്ല കരിയും. അങ്ങനെ വീട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കിട്ട് ഷോക്ക് നരകത്തിന്റെ കിട്ടിയിട്ട് ആ വ്യക്തിയിൽ നിന്ന് അടുത്ത ആളുടെ കയറി പിടിച്ചിട്ട് പിന്നെ ഇത് കുറച്ചു നേരം കേട്ട് മടുത്തിരിക്കുക. പിള്ളേരപ്പുറത്ത്, ഭാര്യപ്പുറത്ത് ഇവിടെ കിടന്ന ബഹളമാണ്. അവർ സഹികെട്ട് അപ്പുറത്ത് പോയിരിക്കുകയാണ്.
കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയാണ്. അവർക്കൊരു ഷോക്ക് കിട്ടുകയാണ്, ഉള്ളിൽ വെറുപ്പ് കയറുകയാണ്. ചിലപ്പോൾ അവരൊന്നും ഒച്ച വെക്കുകയില്ല, ഒച്ച വെക്കാൻ അവർക്ക് പറ്റിയില്ല. അപ്പനും അമ്മയും അകത്തിരുന്നുകൊണ്ട് പെറുപെറുക്കുകയാണ്. വെറുപ്പാ കയറുന്നത്. ഇത് പിശാചിൻ്റെതാണ്. ഇങ്ങനെ ഷോക്ക് പിന്നെയും പിന്നെ അടിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, ഈ പിശാചിന്റെ പിടിയിൽ ഈ പറഞ്ഞ ആള് ഭർത്താവാദ്യം അല്ലെ ഭാര്യ ആദ്യം, മറ്റേ ആള് മക്കള് പിടിച്ച് അങ്ങനെ നാളുകൾ പോയി കഴിയുമ്പോഴാണ് ഈ ക്യാൻസർ 4th സ്റ്റേജ് 5th സ്റ്റേജ് എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് പിന്നെ ഈ ആദ്യത്തെ ഒരാൾ പോയി ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു, എല്ലാം മാറ്റിവെച്ചു. അതുകൊണ്ട് മാത്രം മറ്റേ ആൾക്കൂടി കിട്ടിയ ഷോക്ക് തീരുവോ, കരിച്ചിന് മാറുമോ? അപ്പോഴേക്കും മക്കളൊക്കെ ഒരു വകയായിപ്പോയി, കരിഞ്ഞ് 2 വയസ്സ് 8 വയസ്സ് 12 വയസ്സ് 16 വയസ്സ് അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഇവിടെ സുബോധം ഉണ്ടാകുന്നത്. ഈ മക്കൾ ഇനിയിപ്പോൾ എന്നാ ചെയ്യും? അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ഇതൊരു നൊമ്പരപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. എളിമയോടെ അംഗീകരിച്ചിട്ട് ആദ്യം നമ്മളെ കറക്റ്റ് ചെയ്യും, നമ്മുടെ ഉള്ള പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കുകയും തിന്മയ്ക്ക് അവസരം ഇനി ഇങ്ങനെ കൊടുക്കാതിരിക്കുക. നിന്നിൽ നിറയുന്ന കൃപയാണ് നിനക്കെതിരെ തിന്മയെ പ്രതിരോധിക്കുന്നത്. ഒപ്പം നാളെ കുറിച്ച് കാണാം, നിന്നിൽ നിറയുന്ന കൃപയാണ് നിന്റെ കുടുംബാംഗങ്ങൾക്ക് വിടുതൽ കൊടുക്കാനിട വരുത്തുക. നീ നിറച്ചെടുക്കുന്ന കൃപയാണ് നിന്റെ മക്കൾക്കും പങ്കാളിക്കും ഉപകാരപ്പെടാൻ പോകുന്നത്. അപ്പനും അമ്മയും പോയി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയല്ലേ മക്കൾക്ക് ഉപകാരപ്പെടുന്നത്? നമ്മുടെ കൃപ. അപ്പൊ നമ്മളാകുന്ന പാത്രം അത് നിറയ്ക്കണം. നാളെ അതിനെപ്പറ്റി കുറച്ചൊക്കെ കാണാം. ഞാൻ പറഞ്ഞ ഈ തിന്മയുടെ ഷോക്കടിക്കാതെ നമ്മളെ തന്നെ സൂക്ഷിക്കണം. എത്രയോ പ്രാവശ്യം നമ്മളിങ്ങനെ തിന്മയുടെ ഉപകരണങ്ങളായി അതിൻ്റെ മീഡിയ ആയിട്ട് മാറിയിട്ടുണ്ട്, ചാനലായിട്ട് മാറിയിട്ടുണ്ട്. തിരിച്ചറിഞ്ഞ് ഈശോട് മാപ്പ് ചോദിച്ചേ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ജാഗ്രതയെടുത്ത് തർക്കം എവിടെയാണല്ലോ കണ്ട് റോമ 14 വീണ്ടും വന്നേ. റോമ 14 വീണ്ടും വന്നേ. വിധിക്കരുത്. അപ്പം വ്യത്യാസമുള്ളവരുണ്ടാവും. റോമ 14:1 വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവനെ സ്വീകരിക്കുവിൻ. ഈ തർക്കിക്കരുത് പറയുമ്പോൾ എങ്ങനെ വെച്ചാൽ പിടിച്ചു നിൽക്കാൻ പറ്റും? പരുപത്തേക്കും ചൊറിഞ്ഞ് കയറുക. എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? സ്നേഹമുള്ളവരെ പിടിച്ചു നിൽക്കാൻ ശക്തി വേണം. ഈ ശക്തി, ക്ഷമ, സൗമ്യത, ആത്മസംയമനം ആരുടെ ഫലങ്ങളാണ്? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. നിന്നിന് പരിശുദ്ധാത്മ സാന്നിധ്യം നിറയുന്ന അനുസരിച്ച് ഫലങ്ങൾ കൂടും. മറ്റുത്തട്ട മാവ് വളരുന്ന അനുസരിച്ച് മാമ്പഴത്തിന്റെ എണ്ണം കൂടും. അറ്റപ്പറ്റ 2 കമ്പുമായിട്ട് കുഞ്ഞു മാവ് നിൽക്കുന്ന 2 മാങ്ങയുണ്ട്, അത്രയോ. വീട്ടുകാരൊക്കെ തികയുന്നില്ല. മാവ് വളരട്ടെ, മാമ്പഴങ്ങളും കൂടും. നല്ല കണക്കിന് മാമ്പഴം വീഴും. ആത്മസാന്നിധ്യം നിറയട്ടെ. ഇപ്പോഴുള്ള ആത്മസാന്നിധ്യം പോരാ. ആത്മസാന്നിധ്യം നിറയുമ്പം ആത്മാവിന്റെ ഫലങ്ങളും വർദ്ധിക്കും. അപ്പൊ നമുക്ക് ക്ഷമ, സൗമ്യത, ആത്മസംയമനം കിട്ടും. ഇതാ മാർഗം. നമ്മൾ വെറുതെ ഞാൻ ഇന്ന് മുതൽ തർക്കിക്കുകയല്ല, തീരുമാനം കൊണ്ടൊന്നും ആവുകയല്ല. തമ്പുരാന്റെ ശക്തി കിട്ടാതെ അത് എന്നെ കൂടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയല്ല. അങ്ങനെ അപ്പോൾ തർക്കിക്കാനാകരുത്. അഭിപ്രായം ഉറപ്പില്ലാത്തവർ എന്തോ ആയിക്കോട്ടെ, അഭിപ്രായം തർക്കിക്കാനാകരുത്. ഒരുവൻ തനിക്ക് എന്ത് ഭക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു, ദുർബലനായ മറ്റൊരു സസ്യം മാത്രം ഭക്ഷിക്കുന്നു. ഭക്ഷിക്കുന്നവന് ഭക്ഷിക്കാത്തതിന് നിന്ദിക്കരുത്, ഭക്ഷിക്കാത്തവന് ഭക്ഷിക്കുന്നതിന് വിധിക്കുകയും അരുത്. കണ്ടോ, വ്യത്യാസങ്ങളുണ്ടാവും. ഒരാള് നോയമ്പെടുത്തു നടക്കുന്നു, വേറൊരാള് എല്ലാ കൂട്ടവും ഭക്ഷിച്ചു നടക്കുന്നു. എല്ലാ കൂട്ടവും ഭക്ഷിക്കുന്നയാള് മറ്റവരെ നിന്ദിക്കരുത്, നോയമ്പെടുത്ത് നടക്കുന്ന മറ്റേ വിധിക്കുകയും ചെയ്യരുത്. അവസരം പറയുന്ന ഉദാഹരണമാണ്. 50 നോമ്പ്, ഇറച്ചി, മീനും, മുട്ടയും, പാലും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആയിക്കോട്ടെ, അവരുടെ ബുദ്ധി ആദരിക്കുക. മറ്റേ ആളുടെ ഒരു നോയമ്പുമില്ല, ഈ വെള്ളിയാഴ്ചയും കൊണ്ട് ഇറച്ചി കഴിക്കുക. അവരെയും വിധിക്കരുത്, അവരെയും വിധിക്കണ്ട. വെള്ളിയാഴ്ചയിൽ ഇറച്ചി കൊണ്ടിട്ട് കഴിക്കുന്നതാണ്. ഇന്ന് മനുഷ്യരെ വെള്ളിയാഴ്ചയാണ് തിന്ന് വിധിക്കരുത്. വീണ്ടും താഴേക്ക് വരുമ്പം 4-ാം വാക്യം, മറ്റൊരാളെ സേവന വിധിക്കാൻ നീ ആരാ? സ്വന്തം യജമാനന്റെ സന്നിധിയിലാണ് അവൻ നിൽക്കുക വീഴുക ചെയ്യുന്നത്. അവനെ താങ്ങി നിർത്താൻ യജമാന കഴിവുള്ള അവൻ നിൽക്കുക തന്നെ ചെയ്യും. അപ്പൊ ഈ വ്യത്യാസങ്ങൾ താഴേക്ക് വീണ്ടും ഒരു ഉദാഹരണ അവസരം പറയുന്നുണ്ട്. 5 മുതൽ വാക്കിൽ, ഒരുവൻ ഒരു ദിവസത്തെ മറ്റൊരു ദിവസത്തേക്കാൾ വില മതിക്കുന്നു,
വേറൊരു എല്ലാ ദിവസവും ഒരുപോലെ മതിക്കുന്നു. ചിലർക്ക് വെള്ളിയാഴ്ച പ്രാർത്ഥനയും പള്ളിപ്പൂക്കും എല്ലാം, വെള്ളി ബുധനാഴ്ചയും ഒരു നേരം, ശനിയാഴ്ച ഒരു നേരം, അങ്ങനെ പോകുന്നു. പ്രധാനപ്പെട്ട കരുതുന്നു. വേറെ ഒന്നുമില്ല, എല്ലാ ദിവസവും ഒരുപോലെ. അവസാനം ഉദാഹരണം നോക്കിക്കേ, ഏതെങ്കിലും ദിവസം ആചരിക്കുന്നവൻ കർത്താൻ സ്തുതിക്കാതെ ആചരിക്കുന്നു. ആണോ? ഭക്ഷിക്കുന്നവൻ ദൈവത്തിന് കൃതജ്ഞത ഭക്ഷിക്കട്ടെ, കർത്താൻ സ്തുതിക്കാതെ ഭക്ഷിക്കട്ടെ. പക്ഷെ ഉപേക്ഷിക്കുന്നവൻ കർത്താൻ സ്തുതിക്കാതെ ഉപേക്ഷിക്കട്ടെ, കൃതജ്ഞർപ്പിക്കട്ടെ. നിനക്ക് ബോധ്യം കിട്ടിയത് വെച്ച് നീ ജീവിച്ചു. നീ ജീവിക്കുന്ന കണ്ട് അതിന്റെ പരിസ്ഥാനവും ഫലങ്ങൾ കണ്ട് അവർക്ക് ബോധ്യം കിട്ടട്ടെ, നിന്റെതാ പങ്കെങ്കിലും. അവർക്ക് കിട്ടാത്ത ബോധ്യം വെച്ച് അവർ ജീവിക്കണം നീ പറഞ്ഞ് നടക്കുമോ? എനിക്ക് കിട്ടിയ ബോധ്യം വെച്ച് ഞാൻ ജീവിക്കുന്ന അച്ഛനാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അത് നോക്കിയിട്ട് അയൽവക്കത്തെ പിള്ള അച്ഛൻ ഇതുപോലെ നടക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു കാര്യമുണ്ട്. അച്ഛന് കിട്ടാത്ത അച്ഛനെ ചെയ്യാൻ പറ്റും. നമ്മൾ ആരെയും വിധിക്കണ്ട. നിനക്ക് കിട്ടിയ ആത്മീയ ബോധ്യങ്ങൾ അതനുസരിച്ച് നീ ചെയ്യുന്നു. ചെയ്യാത്തവരെ നിന്ദിക്കുകയും ചെയ്യരുത്. അപ്പോസ്തലൻ പറയും വിധിക്കരുത്. 10-ാം വാക്യം, നീ എന്തിനൊരു സഹോദരനെ വിധിക്കുന്നു അഥവാ നീ എന്തിനു നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു. ഇത് വീണ്ടും താഴേക്ക് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അതിന്റെ വാക്യമാണ് 17-ാം വാക്യം. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല, അതായത് പ്രത്യേക നീതിയും സമാധാനം പരിശുദ്ധമായ സന്തോഷമാണ്. നീതി, സമാധാനം, ആത്മസന്തോഷം, ഇതാണ് ദൈവരാജ്യം. അതിലേക്ക് പ്രാധാന്യം കൊടുക്കുക. ഈ വ്യത്യാസങ്ങൾ കണ്ട് വിധിക്കരുത്, മാറ്റിവെക്കരുത്, നിന്ദിക്കരുത്. ഇത് സമയമെടുത്ത് വിശദീകരിച്ച് ഉദാഹരണ സഹിതം പോകേണ്ട വിഷയങ്ങളാണ്, പക്ഷെ നമുക്ക് നിവൃത്തിയില്ല. വ്യത്യാസങ്ങൾ മാത്രമല്ല, മറ്റവരുടെ തിന്മകൾ കണ്ട് വിധിക്കരുത്. നമ്മൾ റിയാൻ സ്വീകാറിനെ സാത്താന്റെ പൂജ ചെയ്യുന്ന അവസ്ഥയിൽ പോലും സ്നേഹിക്കുന്ന ദൈവം, വിധിക്കുന്നില്ലാത്ത ദൈവം, ഈ ദൈവത്തിന്റെ മക്കളെ നമ്മളാകേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് ഈ പൈശാചിക ഇടപെടൽ ഒരുപാട് ദൂഷ്യം ചെയ്ത മേഖല ബന്ധങ്ങളുടെ മേഖല പറഞ്ഞു കഴിഞ്ഞു. മറ്റു പ്രധാനപ്പെട്ട മേഖലയാണ് ലൈംഗികതയുടെ മേഖല. നമ്മൾ രാവിലെ അല്പം സൂചിപ്പിച്ചു. നീ നഗ്നനാണെന്നുണ്ട് ആര് പറഞ്ഞു? ആദ്യത്തെ പാപത്തോടുകൂടി വന്നുപോയ ഒരു അപജയത്തിന്റെ മേഖലയാണ്. നമുക്ക് പ്രമാണങ്ങൾ അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ ഇപ്പം ഈ 6-ന് കുമ്പസാരം ആരംഭിക്കുകയാണെങ്കിലും നമുക്ക് ഇവിടെ കവർ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഞാൻ കുറച്ച് പറഞ്ഞു പോകുന്ന ബാക്കി നമ്മൾ 6 കഴിഞ്ഞ് 10 മിനിറ്റ് വീണ്ടും നമ്മൾ കൂടുകയാണ്. ടോക്ക് തുടരുകയാണ്. കുമ്പസാരം ഇവിടെ നടക്കും. അപ്പോൾ നിങ്ങൾ കുമ്പസാരിക്കുക, പോകുമ്പോൾ ടോക്ക് കേട്ടോണ്ടിരിക്കുക, പറ്റുന്ന പോലെ കേൾക്കുക, അതേ പറ്റുള്ളൂ. നമുക്ക് കുമ്പസാരത്തിൻ്റെ മാത്രം സമയം മാറ്റി വെച്ച് പോയാൽ നമുക്ക് നടക്കുകയല്ലാത്തതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് കുമ്പസാരത്തിൻ്റെ ഒരുക്കം നമ്മൾ ഞായറാഴ്ച പിരിയുന്നവരെ ഉണ്ടെന്ന് ഓർത്തു ബോധ്യമെടുക്കുക, അത് തിരിച്ചറിഞ്ഞ് അങ്ങനെ പോകണം. കുമ്പസാരിക്കാൻ നിങ്ങൾ ചാൻസ് വരുമ്പം ഉള്ള ബോധ്യം വെച്ച് പോയി കുമ്പസാരിക്കുക. ബാക്കി നമ്മുടെ തന്നെ തുറന്നു വെച്ച് അങ്ങനെ നീങ്ങണം, അങ്ങനെ ചെയ്യണം. അപ്പം 6-ാം പ്രമാണത്തിൻ്റെ മേഖല ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്. ഹല്ലേലൂയ. ലൂക്ക 8:26-27 ലൂക്ക 8:26-27 നമ്മൾ കാണുന്നത് സൂചിപ്പിച്ചതാണ്. ഈ കെരേസാറ്റിലെ പിശാച് 27 അവർ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ പിശാച് വാതിൽ ഒരുവനെ പട്ടണത്തിൽ നിന്ന് വരാൻ ശ്രമിച്ചു. വളരെ കാലം വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. വീട്ടിലല്ല, ശവക്കല്ലറ കഴിഞ്ഞുകൂടിയിരുന്നത്. അപ്പോൾ 2 കാര്യം അവനെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, വീട്ടിലല്ല. ഞാൻ പറഞ്ഞ അകൽച്ച, വീട്ടുകാരോട് ബന്ധമില്ല അവന്. അവിടെ അവന് വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ ഈശോ അവനെ സ്വന്തക്കാരുടെ പക്കലേക്ക് അയക്കുന്നത് കാണാം. ആ വിവരണത്തിന്റെ അവസാന ഭാഗം 38-39 വാക്യങ്ങൾ. ലൂക്ക 8:38-39 വാക്യങ്ങൾ. ഈശോയെ നാട്ടുകാർ ബഹിഷ്കരിക്കുന്നു. ഈശോ വെള്ളത്തിലോട്ട് പോകും, വെള്ളത്തിൽ കയറാനായിട്ട് പോകുമ്പോൾ ഇവൻ പുറകെ ചെല്ലും, എന്നെ കൂടെ കൊണ്ടുപോകാൻ ചോദിക്കുന്നു. അപ്പൊ ഈശോ പറഞ്ഞു, നീ ഇപ്പൊ എന്നോട് വരണ്ട, നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ല്, സ്വന്തക്കാരുടെ പക്കലേക്ക് ചെല്ല്, ദൈവം നിനക്ക് വേണ്ടി ചെയ്തതെല്ലാം അവരെ അറിയിച്ചു. ഉണ്ടോ? സ്വന്തക്കാരുടെ പക്കലേക്ക്. മർക്കോസ് ഈ സംഭവം പറയുമ്പം ഉപയോഗിക്കുന്ന വാക്കാണ് സ്വന്തക്കാരുടെ പക്കലേക്ക് പോവുക. ലൂക്ക പറയുമ്പം നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി പറയാനാണ് പറയുന്നത്. ഇതേ സംഭവം മർക്കോസ് 5:19 വാക്യത്തില് ഈശോ പറയുന്ന മർക്കോസ് രേഖപ്പെടുത്തുമ്പം നീ വീട്ടിൽ നിന്റെ സ്വന്തക്കാരുടെ പക്കലേക്ക് പോകാൻ പറയും. ഇതാണ് ഈശോ നമ്മൾ എല്ലാവരും പറയുന്നത്. നിങ്ങളുടെ സ്വന്തക്കാരുടെ പക്കലേക്ക് പോയി. ദൈവം നിനക്ക് നൽകിയ സ്വന്തക്കാരൻ, സ്വന്തം പങ്കാളി ചേർത്ത് പിടിച്ച്, സ്വന്തം മക്കളെ എന്ത് രീതി അവർ കാണിച്ചാലും ചേർത്ത് പിടിച്ച്, സ്വന്തം അപ്പനമ്മ ചേർത്ത് പിടിച്ച്, എന്ത് രീതി ആയിക്കോട്ടെ, കൂടപ്പുറപ്പുകള്, സ്വന്തം അയൽക്കാര്, സ്വന്തം വികാരി അച്ഛൻ, സ്വന്തം സ്ഥാപനത്തിലെ ആൾക്കാര്,
അങ്ങനെ സ്വന്തത്തിന് പല ലെയറുകളുണ്ട്. അവരെ എല്ലാവരും നമ്മുടെ ഭാഗത്ത് ചേർത്ത് പിടിക്കണം. അതാണ് ദൈവരാജ അനുഭവത്തിൻ്റെ തലം. വിടുതൽ കിട്ടുന്നതിൻ്റെ അടയാളം അതാണ്. ഈശോ അങ്ങോട്ട് അയക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കാര്യം, അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. പൈശാചബാധ മാറിക്കഴിഞ്ഞപ്പോൾ 35-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, ആ മനുഷ്യൻ, പിശാചബാധയിൽ നിന്ന് വിമോചിതനായ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സ്വഭാവത്തര ഈശ്വര കാൽക്കലിരിക്കുന്ന കണ്ട് അവർക്ക് ഭയമായി. വസ്ത്രം ധരിച്ച് സ്വഭാവത്തര കാൽക്കലിരിക്കുന്നു. കാൽക്കലിരിക്കുന്നു വെച്ചാൽ ബൈബിളിൽ വലിയ ആഴമായ അർത്ഥമാണ്. ബെഥനിയയിലെ മേരി കാൽക്കലിരുന്നു വചനം കേട്ടുകൊണ്ടിരുന്നു. അപ്പസ്തലന്മാരെ വിളിച്ച് തൻ്റെ കൂടെ ആയിരിക്കാൻ, മർക്കോസ് 3:14-15 വാക്യങ്ങൾ, 13, 14, 15, തന്നെ അടുത്തേക്ക് വന്ന് കൂടെ ആയിരിക്കാൻ, അടുത്തിരിക്കുക, കൂടെ ആയിരിക്കുക, പാദങ്ങളിലിരിക്കുക, ശിഷ്യത്വമാണ്, ശിഷ്യരാകുന്ന അനുഭവമാണ്. ബൈബിളിൽ ഒത്തിരി അർത്ഥമുണ്ട്. ആ അവസ്ഥയിൽ ഇവൻ കയറി വന്നു. ചില പാദങ്ങളിലിരിക്കുക, വസ്ത്രം ധരിച്ച് ബന്ധമായി ഈശോ ചേർന്നിരിക്കാൻ. അപ്പൊ ചുറ്റും നിൽക്കുന്നവർ നോക്കുന്നുണ്ട്, അവൻ പുഞ്ചിരിക്കുന്നു, അകൽച്ച മാറില്ല, ആരോടും അകൽച്ചയില്ല. നമുക്കിങ്ങനെയാണ്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തി എല്ലാവരും ചേർത്ത് പിടിക്കും. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ എല്ലാവരും ചേർത്ത് പിടിക്കും. വസ്ത്രം ധരിച്ച സ്വഭാവത്താണ്. നമുക്ക് ലൈംഗിക മേഖലയിലെ കുറവുകളോ വീഴ്ചകളൊക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു പക്ഷേ അല്പം കൂടെ സമയം എടുത്തിട്ട് ചിന്തിക്കാം. അത് നമുക്കൊരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട്. നമുക്ക് ലൈംഗിക മേഖലയിലെ പാപങ്ങളുടെ ലിസ്റ്റ് ഒരു പക്ഷേ എല്ലാവർക്കും നല്ലപോലെ അറിയാം. ലിസ്റ്റ് പാപം എല്ലാം അറിയാം. നമുക്ക് അതേപോലെ യഥാർത്ഥത്തിൽ ഞാൻ ധ്യാനിപ്പിക്കുമ്പോൾ മറുവശമാണ് പറയുന്നത്. ആവശ്യമില്ലാത്ത ഉത്കണ്ഠയും ആകുതിയും മാറ്റാനാണ് പറയുന്നത്. തമ്പുരാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മൾ അതിൽ അല്പം സൂചിപ്പിച്ച് കഴിയും. ഞാൻ ഉദാഹരണം പറഞ്ഞു വന്നപ്പോൾ എത്ര കെട്ട ജടികപാപത്തിൻ്റെ അവസ്ഥയിൽ നീ ഇപ്പോഴും വീണു പോകുന്നുണ്ടെങ്കിൽ പോലും ഈശോ നിന്നെ ഒട്ടും വിറക്കുന്നില്ല, ചേർത്ത് പിടിക്കുകയാണ്. ആ ഈശോയുടെ സ്നേഹം ഒപ്പിയെടുക്കാനായിട്ടാണ് അവിടെ നമ്മൾ സത്യങ്ങളൊക്കെ സമയത്ത് ചിന്തിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1-ാം പ്രമാണത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി ആത്മശോധന വിഷയങ്ങളൊക്കെ വെച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറയുമ്പം ഞാനല്ലാതെ അതിന് പകരം ആ സ്ഥാനത്ത് കയറി വരാൻ ഒന്നാമതുള്ളത് സാത്താനാണ്. പ്രതിസ കയറി വന്ന പാർട്ടി. അപ്പം ആ മേഖല നമ്മൾ ഒരിക്കലും തന്നെ അങ്ങനെ പോയിട്ടുണ്ടാവില്ല. സാത്താനെ വിളിക്കാനും പൂജിക്കാനും സാത്താൻ സേവയും ഒന്നും ഉണ്ടാവില്ല. അതാണ് ഒരു വിഷയത്തിനകത്ത്. രണ്ടാമത്തെ ഒരു മേഖല, ഈ സാത്താൻ്റെ സിദ്ധി കിട്ടിയിട്ട് കാര്യങ്ങൾ സൂപ്പർ നാച്ചുറൽ രീതി നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പസ്തല പ്രവർത്തനം 16 വാക്യങ്ങളിൽ, അപ്പസ്തല പ്രവർത്തനം 16 വാക്യങ്ങളിൽ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ഒരു പെൺകുട്ടിയിൽ ഉണ്ടായിരുന്നതിനെ പൗലോസ് ഇറക്കി വിടുന്ന കാണുന്നുണ്ട്. ഇതുപോലെയുള്ള ആത്മാക്കളുടെ സാന്നിധ്യവും സഹായവും എടുത്തുകൊണ്ട് പല രീതിയിലും മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നു, അല്ലെങ്കിൽ നാളത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സിദ്ധിയുള്ള ആൾക്കാരുണ്ട്. പൈശാചിക അരുവികൾക്ക് സ്ഥലകാല പരിമിതിക്ക് അപ്പുറം നീങ്ങാൻ പറ്റും. അരുവിക്ക് സ്ഥലവും സമയവും ഒരു ബാരിയറല്ല. മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ, വെളിപ്പെടുത്താൻ അവയ്ക്ക് പറ്റും. എല്ലാം അറിയാവുന്നതല്ല. എല്ലാം അറിയാവുന്ന ദൈവന്മാർ മാത്രമേ ഉള്ളൂ. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാമത്തേത് പറയും, ദൈവത്തിന്റെ ആത്മാവ് ലോകം നിറഞ്ഞിരിക്കുന്നു, സകലതും അറിയുന്നു. സർവ്വവ്യാപിയും സർവജ്ഞാനിയുമായ അരുവി ദൈവമാണ്. പൈശാചിക അരുവികളോ സ്ഥലസമയ പരിമിതി അവർക്കില്ല. അവർ സർവ്വസ്ഥലത്തും പ്രസന്റ് അല്ല, സർവ്വം അറിയാമല്ല. പക്ഷെ അവർക്ക് നമുക്കറിയുന്നത് പോലെ നോക്കാൻ പറ്റും, കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈശോ പരിശീലനം ആരംഭിക്കും. മർക്കോസ് 1:22, 23 വാക്യങ്ങളിൽ, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. മർക്കോസ് 1:22, 23 വായിക്കുമ്പോൾ കാണാം അശുദ്ധാത്മാവുള്ള വ്യക്തി പറയാം, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. പത്രോസിനും കൂട്ടർക്ക് പോലും അറിഞ്ഞിട്ടില്ല, സ്വന്തം നാട്ടുകാർ പോലും മനസ്സിലായിട്ടില്ല ഈശോയെക്കുറിച്ച് കാര്യം. പക്ഷെ ഇവർക്കറിയാം. അതേ അധ്യായം തന്നെ അന്ന് പത്രോസിന്റെ അമ്മായി ഇവിടെ സ്ഥലപ്പെടുത്തി കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ആൾക്കാർ അശുദ്ധാത്മാക്കളെ കൊണ്ടുവരും. അശുദ്ധാത്മാക്കള് വിളിച്ചു പറഞ്ഞു. അവർ തന്നെ അറിഞ്ഞിരുന്നതോട് ഈശോ അവരെ വിലക്കി വായിക്കുന്നത് കാണാൻ പറ്റും. അശുദ്ധാത്മാക്കൾ എങ്ങനെ അറിഞ്ഞു?
ഈ ഫിലിപ്പിയിൽ ആ ആൽവ ബാധിച്ച പെൺകുട്ടി പൗലോസ് സീലാസ് പോകുമ്പോൾ ഇവർ ദൈവത്തിന്റെ ആൾക്കാരാണ്, രക്ഷമാർഗം പ്രഘോഷിക്കുന്നവർ വിളിച്ചു പറയാം. അവളെങ്ങനെ അറിഞ്ഞു? അപ്പൊ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പൈശാചിക അറിവിന് സാധിക്കും. അവയുടെ സേവയുള്ള സിദ്ധിയുള്ള അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ളത് പക്കൽ പോയി നമ്മൾ സഹായം തേടുമ്പോൾ നമ്മുടെ ജീവിതം അവരിലുള്ള അരുവിക്ക് തുറന്നു കൊടുക്കുകയാണ്. ഭാവി അറിയാൻ, മറിഞ്ഞിരിക്കുന്ന അറിയാൻ, കാണാതെ അത് കണ്ടുപിടിക്കാൻ, അതുതന്നെ വീടിന്റെ സ്ഥാനം കാണാനും വെള്ളം കണ്ടുപിടിക്കാനൊക്കെ ദൈവിക ചൈതന്യത്തോടെ നീങ്ങുന്ന ആൾക്കാരുണ്ട്. വെറും സിമ്പിൾ ഫിസിക്കൽ നാച്ചുറൽ ഗിഫ്റ്റ് വെച്ചുകൊണ്ടും കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്. അതിനപ്പുറത്ത് പല വിജാതി സഹോദരങ്ങളും പല സേവ എടുത്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യം കാണാനായിട്ട് വരുന്നത്. അങ്ങനെയുള്ള നമ്മൾ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്നിട്ട് സ്ഥാനം കാണാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ സ്വാധീനം തുറന്നു വരുന്ന, നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ അസാധാരണ ഇടപെടുന്ന ഒരു പെർമിഷൻ വേണം. അത് നമ്മൾ തന്നെ തുറന്നു കൊടുക്കുന്ന അവസരങ്ങളുണ്ട്. അതിന് ഇത് വരുന്നത്. അങ്ങനെ മറ്റൊരു മേഖല സാത്താനെ സേവിച്ച് പോകുന്ന ആൾക്കാർ പറഞ്ഞു. മറ്റൊന്ന്, സാത്താന്റെ ശക്തി പ്രകടമാകുന്ന മേഖലകളാണ് വിഗ്രഹങ്ങളും ദേവീദേവന്മാരും. വിഗ്രഹാരാധനയെ പറ്റി പറയുമ്പം CCCക്കകത്ത് കൃത്യമായിട്ട് പറയും. നമുക്ക് എടുത്തു നോക്കാൻ ഇപ്പം സമയമില്ല. മൃഗത്തെ നടിക്കുന്നതിന് പോലും തയ്യാറാകാതിരുന്നു കൊണ്ടാണ് പല രക്തസാക്ഷികളും മരിച്ചത്. 2113 നമ്പർ CCC 2113 ദൈവമല്ലാത്തവ ദേവസ്ഥാനത്ത് പരിഗണിക്കുന്നു. മൃഗത്തെ ആരാധിക്കുന്നതിന് എന്ന് പറയുമ്പം ഈ മൃഗത്തെ അതിൻ്റെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. റെവലേഷൻ 12:13-14 വെളിപാട് പുസ്തകത്തിലെ 13-14 അധ്യായങ്ങളിൽ 13 കാണാൻ 2 മൃഗങ്ങൾ. ഈ മൃഗങ്ങൾ കടന്നു വരുമ്പം ആ മൃഗങ്ങൾക്ക് ഈ സർപ്പം അധികാരം കൊടുത്തു. ഈ സമയത്തിന് വെള്ളം ചുരുക്കം വരികയാണ്. ഈ 12-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്ന് സർപ്പത്തെ പുറന്തള്ളി ഭൂമിയിലേക്ക് വന്നു. സമുദ്രത്തിന്റെ മണത്തിട്ട് തന്നെ ഉറപ്പിച്ചു. അത് 12-ാം അധ്യായത്തിന്റെ അവസാനം. 13-ന്റെ 1 കാണുന്നത് 2 മൃഗങ്ങൾ, ഒന്ന് കടലിൽ നിന്ന് കരയിൽ നിന്ന് ഭൂമിക്കടലിൽ കരയുന്നത്. ഈ മൃഗങ്ങൾക്ക് ഈ സർപ്പം ശക്തി കൊടുത്തു, അത്ഭുതങ്ങളും പല കാര്യം ചെയ്യാൻ. എന്നിട്ട് ഈ മൃഗത്തിന്റെ പ്രതിമയുണ്ടാക്കി. ആ അധ്യായം വായിച്ചു, വെളിപാട് 11 വായിച്ചു. പ്രതിമയുണ്ടാക്കി. ആ പ്രതിമയെ ആരാധിക്കാൻ ഉപവാസങ്ങൾ നിർബന്ധിക്കുകയാണ്. ഈ പ്രതിമ വിഗ്രഹം, ഇതാണ് വിഗ്രഹാരാധന മേഖല. ഈ ദേവീദേവന്മാരുടെ എല്ലാ മേഖല ഇതാണ്. അപ്പം വചനം വെളിപാട് 13 പറയുകയാണ്, ദേവീദേവന്മാരുടെ പുറകിൽ പ്രവർത്തിക്കുന്നത് സർപ്പം തന്നെയാണ്. പുറകിൽ നിന്നുകൊണ്ട് 13-ാം അധ്യായം വെളിപാട് 14-ലേക്ക് വരുമ്പോൾ കാണാം, ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുവിൻ. അപ്പുറത്ത് വിളിച്ചു പറയുകയാണ്, അല്ല ഈ പ്രതിമയെ ആരാധിക്കുവിൻ. അവിടെയാണ് പിന്നെ പോരാട്ടം. വെളിപാട് 13-14 വായിച്ച് നോക്കിക്കും ആണ്. അവിടെ ദേവീദേവന്മാരുടെ മേഖല. നമ്മളുടെ സ്നേഹസത്വ ദൈവമല്ലാതെ വേറൊരു ദേവന്റെ ദേവിയുടെ പക്കലേക്ക് നമ്മൾ പോകരുത്. ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലേക്ക് അമ്പലങ്ങളും കാവുകളും വിജാതി ആരാധനാലയങ്ങളും അവിടെ ചെന്ന് കയറാനും അവിടെ ചെന്ന് അവിടുത്തെ പ്രസാദം വാങ്ങിക്കാനും അവിടുന്ന് വാങ്ങിക്കഴിക്കാനും ബലിപീഠത്തിലെ ഭാഗഭാഗത്വം അരുത്. 1 കൊരിന്തോസ് 8-ലും 10-ലും അവസരം പഠിപ്പിക്കുന്നുണ്ട്. ഒരു സമയം കിട്ടി ഞാൻ പിന്നെ കുറച്ച് വിസ്തരിച്ച് പറയാം, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. അവസരൻ 1 കൊരിന്തോസ് 10-ൽ തെളിച്ച് പറയും, ബലിപീഠത്തിലെ ഭാഗഭാഗത്വം അരുത്, അവരുടെ ബലിപീഠത്തിൽ. ഈ പറഞ്ഞ ദേവീദേവന്മാരുടെ രീതിയിൽ പോകുന്ന പരിപാടിയാണ് യോഗ, ഭരതനാട്യം, തിരുവാതിര, കർണാട്ടിക് മ്യൂസിക്, ഓണാഘോഷം. നേരെ ദേവീദേവന്മാരുടെ മേഖലയാണ്. ഓണത്തിന് വാമന അവതാരം, മഹാബലി ചവിട്ടിത്താഴ്ത്തി അസുരൻ പിശാചിന് തുല്യമാണ് ഹൈന്ദവ കാഴ്ചപ്പാട്. ചവിട്ടിത്താഴ്ത്തി ദശാവതാരങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒരു ദശാവതാരത്തിന്റെ ഉന്നം തന്നെ മഹാബലി തകർക്കണം. ആ മഹാബലി സ്വീകരിക്കുന്ന ആഘോഷമാണ് ഓണം. അത് തൃക്കാക്കര വാമന അമ്പലത്തിലാണ് അതിൻ്റെ പദം. അവിടെ വാമനനും മഹാബലിയും ഒരേ സമയം പ്രതിഷ്ഠയാണ്. കാരണം ഹൈന്ദവ മേഖലത്തിൽ നന്മ തിന്മയും തിരിച്ചറിയത്തില്ല, കുഴഞ്ഞു കിടക്കുന്ന മേഖലയാണ്. അങ്ങനെ ആ അമ്പലത്തിൽ നടത്തിയിരുന്ന ആഘോഷം പല രാജാക്കന്മാര് മധുര തമിഴ്നാട്ടിൽ നിന്ന് പോലും വന്ന് നടത്തിയ ചരിത്രം വായിച്ചത് നിങ്ങൾക്ക് നോക്കി കിട്ടാൻ. അത് ഇടയ്ക്കൊരു വർഷം അവിടെ നടത്താൻ പറ്റാതെ വന്നപ്പം വീടുകളിൽ നടത്താനായിട്ട് രാജ കൽപ്പനയിട്ട്. ആഘോഷത്തിൻ്റെ ഭാഗമാണ് പൂക്കളം, പുടവ, ഓണസദ്യ,
ഇതെല്ലാം ചെയ്ത് വീടുകളിൽ ആഘോഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹൈന്ദവർ വീടുകളിൽ ആഘോഷിക്കാൻ തുടങ്ങി. 60കളിൽ കേരള സംസ്ഥാനം ഉണ്ടായിക്കഴിഞ്ഞാൽ 60കളിൽ ഒരു ദേശീയ ഉത്സവം കേരളത്തിന് വേണോ ചിന്ത വന്നു. ഒരാഘോഷം ഏതാ? ഓണം അങ്ങെടുത്തു. അതൊരു വിളവെടുപ്പ് ഉത്സവം പോലെ അങ്ങ് കൊണ്ട്. പക്ഷേ ഈ ഓണത്തിൻ്റെ ചരിത്രം മുഴുവൻ ഇതാണ്. വാമനനെയും മഹാബലിയും ചിന്തിക്കാതെ ഓണാഘോഷം പറ്റത്തില്ല. അങ്ങനെ നമ്മൾ പോകുമ്പോൾ സ്നേഹം ഒത്തിരി അനുഭവങ്ങളുണ്ട്. അല്ലിമോട്ട് പോകുന്നവർക്ക് തിരിച്ചറിയാൻ അത് വിട്ട് നമ്മൾ വിളിച്ചു കയറ്റുന്ന പൂക്കളം ഓണത്തിന് ഇട്ട് വെക്കാന്ന് പറഞ്ഞാൽ സ്നേഹമുണ്ട്. നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി മഹാബലിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവൻ വരും. ഈ ദേവനും ദേവിയും ഒന്നുമല്ല. ഒരു സഹോദരൻ പറയുന്നുണ്ട്, ഈ വിഗ്രഹങ്ങളൊന്നുമല്ല. മൃഗത്തിന്റെ വിഗ്രഹം ഒന്നുമല്ല, അതിന്റെ പുറകിൽ നിൽക്കുന്ന സർപ്പമാണ്. വെളിപാട് 12, 13, 14. അതുകൊണ്ട് ഈ മേഖല നമ്മൾ തുറന്ന് കൊടുക്കുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ട് പിടിച്ച സാഹചര്യം നമുക്കറിയാം. ചില പറയും പായസമല്ല, ഇത്രയല്ലേ ഉള്ളൂ. എന്ന് വേണേൽ പായസം ഉണ്ടാക്കി കുടിക്കുക. ഓണത്തിന്റെ പേര് പറഞ്ഞുണ്ടാക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു പ്രസക്തിയുണ്ട്. ആ വ്യക്തിയെ ബഹുമാനിക്കുകയാണ്, സ്വീകരിക്കുക. യോഗ, ഫിസിക്കൽ എക്സസൈസ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ 20 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യും. പക്ഷെ യോഗ ചെയ്യാൻ പോകരുത്. സിമ്പിൾ എക്സസൈസ് നമുക്ക് ആവശ്യം ചെയ്യണം. യോഗയുടെ രീതി ഒന്നും എടുക്കരുത്. അതൊരു ഹൈന്ദവ രീതിയിലുള്ള സായുജ്യത്തിനുള്ള മാർഗമാണ്, അനുഷ്ഠാന മാർഗമാണ്. തിരുവാതിര, ഈ പറഞ്ഞ ഭരതനാട്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കർണാട്ടിക് മ്യൂസിക് പോലും മ്യൂസിക് അത് തന്നെ ഓക്കെ. പക്ഷേ അതിനുപയോഗിക്കുന്ന ഈരടികൾ മുഴുവനും ദേവകീർത്തനങ്ങളാണ്. അത് പാടി നമ്മൾ ഇരിക്കുമ്പം നമുക്ക് കിട്ടും. കാരണം നമ്മൾ സ്തുതിക്കുകയാണ്. വ്യർത്ഥമായ ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ അതിൽ നിന്നും അല്ലെ എല്ലാ സമയം അങ്ങേക്ക് സ്തുതിയും ആരാധനയും പുറപ്പെട്ടവരാണ്. എന്താ ചെയ്യും? നമുക്ക് അല്പം സമയം പിന്നെ എടുത്ത് ചിന്തിക്കാം. ഇപ്പൊ അത് കിട്ടിയ ബോധ്യം വെച്ചാൽ കുമ്പസാരിക്കാൻ ഒരുങ്ങുക. അവസരം കിട്ടുന്നവർ കുമ്പസാരിക്കുക. ഹല്ലേലൂയ. ചില വന്നിട്ടില്ല. ആണോ? ഓക്കെ, ആണോ? ഓക്കെ, എന്നാ പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് ഒരച്ഛനാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. ഹല്ലേലൂയ. ഈ തിരുവാതിര, കർണാട്ടിക് മ്യൂസിക് ഒക്കെ പാടി പോകുന്നവർക്ക് പ്രാർത്ഥനയുടെ രുചി നഷ്ടപ്പെടും. അനുഭവം ഉണ്ടാകത്തില്ല. ഞാൻ ഈ ആണിയുടെ വിഷയം പറഞ്ഞില്ല. കൊച്ച് അവളുടെ രൂപതയിലെ യുവജന സംഘടനയുടെ രൂപതാതല ഭാരവാഹിയാണ്. അപ്പൻ കൈക്കാരനാണ്. പക്ഷെ അവള് പറഞ്ഞത് അവൾക്ക് കൊന്ത ചെല്ലുമ്പോഴൊന്നും അമ്മ പറയും, അവള് കുരിശ വരയ്ക്കുമ്പോൾ എന്തെങ്കിലും കാണിച്ചോണ്ടിരിക്കും. കൊന്തയെല്ലാം പറ്റുന്നില്ല. ചെല്ലും. പള്ളി ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഒരുക്കി വെക്കാൻ അടുത്താറെ എല്ലാം കൂടും. പ്രാർത്ഥിക്കാൻ എവിടെയോ ഇത് പറ്റുന്നില്ല. 13 വർഷമായിട്ട് ഈ ദുസ്വാധീനം കിടക്കുക അവളിൽ. നമുക്ക് പറ്റുന്നില്ല. എങ്കിലും നടക്കുന്നുണ്ട് ഇങ്ങനെ. അവസാനം കൃത്യമായിട്ട് വന്നപ്പോഴാണ് തിരിച്ചറിയുന്നത് ഈ ഒരു ബന്ധനം കിടക്കുകയാണ്. പിന്നെ ഗൂഢമായി കിടക്കുന്ന ബന്ധനങ്ങളുണ്ട്. ഈശോ പറഞ്ഞില്ല, എന്തുകൊണ്ട് ഞാനും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല? നിങ്ങൾ വേറൊരു അപ്പന്റെ മക്കളാണ്. വചനം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കുരിശവര സമയമാകുമ്പോൾ വായിക്കോട്ട ഉറക്കം. വായിക്കോട്ട വന്നിട്ട് തീരുന്നില്ല. വായിക്കോട്ട വിട്ടു. കുരിശവര കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പാതിരായാലും ഉറക്കമില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം. പള്ളി വരുമ്പോൾ ഇരിക്കാൻ മേല. പള്ളി വന്നു കഴിഞ്ഞാൽ വായിക്കോട്ട വരുന്ന എഴുപേര് കൊണ്ടത് പറ്റുന്നില്ല. എന്താ? ഇവിടെയുള്ള ആളുമായിട്ടല്ല ബന്ധം. എങ്ങനെ വന്നു മറ്റേ ബന്ധം? എവിടെയോ തുറന്നു വെച്ച് കയറ്റിക്കൊടുത്തതാ. ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറി കണ്ടാൽ ഒരുപാട് പൈശാചിക സൈറ്റുകളുണ്ട്. ഈ ഹാരി പോട്ടർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ചുമ്മാ ഇതൊക്കെ തമാശായിട്ട് നമ്മള് അച്ഛന്മാര് സഭയിലുള്ളവർ പിശാചുമില്ല സാത്താനുമില്ല എന്നൊക്കെ പോയി നടക്കുമ്പോൾ പിശാചിന്റെ ആൾക്കാർ ആഘോഷമായിട്ട്, ഞാൻ നാളെ പറ്റുന്നുണ്ട് ഒരു വീഡിയോ കാണിച്ചുതരാം, അവർ ആഘോഷിക്കുകയാണ്, സരസമായിട്ട് അവതരിപ്പിക്കുക. സേറ്റനിക് മിനിസ്ട്രി ഫോർ ചിൽഡ്രൻ ഉണ്ട്. മിഷൻ ലീഗ് തിരുവാലസഖ്യവും പോലെ സാത്താൻ സഭക്കാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കൗതുകരമായ രസകരമായ പരിപാടി നടത്തുന്നുണ്ട്, ശുശ്രൂഷ നടത്തുന്നുണ്ട്. ഇതിനകത്തൊക്കെ പിള്ളേർ പോയി കൗതുകത്തിൽ കയറുകയാണ്. നാളെ കാണിക്കാൻ നിങ്ങളെ. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടും കേട്ടും വിളിച്ചും നീങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വചനം തിരികെന്നാകും. മുമ്പ് വന്നു. ഓക്കെ, ഹല്ലേലൂയ.